ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സാലറിയുടെ സെക്കൻഡ് പാർട്ടാണ്. ദാറ്റ് മീൻസ് നമ്മൾ പെർക്വിസിറ്റിന് മുമ്പ് വരെയുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിരുന്നത്, അലവൻസ് വരെയുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. സോ നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് പെർക്വിസിറ്റ്സ് ആണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക്. സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാലറിയിൽ കവർ ചെയ്യുന്ന പെർക്വിസിറ്റിൻ്റെ സെക്ഷൻ 17 സബ്സെക്ഷൻ. ഓക്കെ, സോ അതിന് നമ്മൾ 17 സബ്സെക്ഷൻ 2ലേക്ക് വരുന്നതിന് മുമ്പ് എന്താണ് പെർക്വിസിറ്റ്, അല്ലെങ്കിൽ സെക്കൻഡ് സെനാരിയോ അലവൻസും പെർക്വിസിറ്റും സെയിം ആണ്. കുറേ ഡൗട്ട്സ് ഉണ്ട് സ്റ്റുഡൻസിന്, പെർക്വിസിറ്റും അലവൻസും സെയിം ആണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് പെർക്വിസിറ്റിന്റെ ടാക്സബിലിറ്റി വരുന്നത്, അല്ലെങ്കിൽ സാലറിയിൽ എങ്ങനെയാണ് 17 സബ്സെക്ഷൻ 2ൽ പെർക്വിസിറ്റ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പെർക്വിസിറ്റ് എന്താണെന്ന് അറിയാം, നോക്കാം. The term perquisite indicate some extra benefit, right? So perquisite means എന്താണ്? extra benefit. Okay, perquisite means some extra benefit in addition to amount that may be legally due by way of contract for service rendered. It may be in cash or in kind. That means cash ആകാം അല്ലെങ്കിൽ in kind ആകാം perquisite കൊടുക്കുന്നത്. Perquisite may arise in the course of employment or in the course of profession. It arises from a relationship of employer-employee, then the value of perquisite shall be taxable as salary. However, arising during the course of profession, the value of such perquisite shall be chargeable under PGBP, profit and gains of business or profession. Okay. Unauthorized advantage taken by employee without his employer's sanction cannot be considered as perquisite. Reimbursement of expenses incurred in the official discharge of duties is not a perquisite. That means എല്ലാവർക്കും ഒരു ഡൗട്ട് ആണ്, reimbursement of expenditure perquisite ആണോ എന്നുള്ള. reimbursement expenditure perquisite അല്ല. Okay, so extra benefit ഒരു രണ്ട് സെനാരിയോ എടുക്കാം നമുക്ക്. 17(2) മറ്റേ ബിസിനസ്സും കേട്ട് പറഞ്ഞാണ്. എനിക്കൊരു പ്രൊഫഷൻ, ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ്. ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്താണ്, ക്ലയന്റിന് ഒരു സർവീസ് റെൻഡർ ചെയ്തു. ആ സർവീസിന് അഗൈൻസ്റ്റ് ആയിട്ട് എന്ത് കിട്ടും? ഓഡിറ്റ് ഫീ. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഒരു സർവീസ് ഏതെങ്കിലും ഒരു ഇതിലെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ക്ലയന്റിനെ റെപ്രസെന്റ് ചെയ്ത് പോയി. ഇപ്പം ഏതെങ്കിലും ഒരു ഡിസ്പ്യൂട്ടിലായിരിക്കാം. സോ ക്ലയന്റിന് അനുകൂലമായിട്ട് വിധി വന്നു. സോ അതിന് ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ത് ചെയ്യും? അതിനകത്തൊരു ഫീ, ഓഡിറ്റ് ഫീ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഫീ ചാർജ് ചെയ്യുന്നുണ്ടാവും. പ്ലസ് ക്ലയന്റിന് അങ്ങനെ തോന്നിയിട്ട് സോ എന്ത് കൊടുക്കുകയാണ്? ഒരു കാർ കൊടുക്കുകയാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റിന്. സോ ദാറ്റ് മീൻസ് എന്താണ്? ഇൻ അഡീഷൻ ടു എക്സ്ട്രാ ബെനിഫിറ്റ് ഗിവൺ ബൈ. ബട്ട് അവിടെ എന്തെല്ലാം ചാർട്ടേഡ് അക്കൗണ്ടന്റ് ക്ലയന്റ് തമ്മിൽ എന്ത് റിലേഷൻഷിപ്പ് ഇല്ല? എംപ്ലോയർ റിലേഷൻഷിപ്പ് ഇല്ല. സോ ഈ ബെനിഫിറ്റ് എന്താണ്? ഇത് പക്ക എന്താണ്? ബിസിനസ് കണക്ഷൻ അല്ലെങ്കിൽ പ്രൊഫഷണൽ കണക്ഷൻ. ചുമ്മാ കൊടുത്തതല്ല കാർ. എന്തുകൊണ്ടാണ് കൊടുത്തത്? ഒരു പ്രൊഫഷണലി ഒരു സർവീസ് റെൻഡർ ചെയ്തു. ആ പ്രൊഫഷണൽ പേയ്മെന്റിന് എക്സസ് ആയിട്ട് എന്തുകൂടെ കൊടുക്കാൻ ആർക്ക് തോന്നി? ക്ലയന്റിന് തോന്നി. അത് വെച്ചിട്ട് എന്താണ്? ഇൻ കൈൻഡ് അല്ലെ, ക്യാഷ് ആകാം, സംടൈംസ് ഇൻ കൈൻഡ്. ഞാൻ അതുകൊണ്ടാണ് കൈൻഡ് പറഞ്ഞത്. കൈൻഡ് കാണിക്കാണ് കാർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇതിന്റെ വാല്യൂ എന്താകാം? ഈ കാറിന്റെ വാല്യൂ വിൽ ബി പെർക്വിസിറ്റ് ആണ്. അവിടെ അത് എവിടെയാണ് ടാക്സ് ചെയ്യുന്നത്? സാലറിയിലല്ല, ബിക്കോസ് എംപ്ലോയർ റിലേഷൻഷിപ്പ് അവിടെ ഇല്ല. അതുകൊണ്ട് അത് എവിടെയാണ് ടാക്സ് ചെയ്യുന്നത്? അയാളുടെ പ്രൊഫഷണൽ എംപ്ലോയർ ആയിരിക്കും ടാക്സ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇവിടെ വേറെ എംപ്ലോയർ റിലേഷൻഷിപ്പ്. ഓക്കെ, എംപ്ലോയർ റിലേഷൻഷിപ്പിൽ കിട്ടുന്ന പെർക്വിസിറ്റ്. ഓക്കെ, സോ ഇതാണ് നമ്മൾ 17(2)ൽ സെക്ഷൻ 2ൽ കവർ ചെയ്യുന്നത്. എംപ്ലോയർ റിലേഷൻഷിപ്പിൽ കിട്ടുന്ന അഡീഷണൽ അല്ലെങ്കിൽ എക്സ്ട്രാ ബെനിഫിറ്റ് ചാർജബിൾ അണ്ടർ സെക്ഷൻ 17 സബ്സെക്ഷൻ 2 പെർക്വിസിറ്റ്. ഓക്കെ, അത് നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ജസ്റ്റ് അറിഞ്ഞിരിക്കുക. സോ ഇതൊന്ന് അറിഞ്ഞിരിക്കണം. സംടൈംസ് പെർക്വിസിറ്റ് എന്ന വേർഡ് കണ്ടുടനെ ചാടിക്കറി 17(2)ൽ കൊണ്ടിടരുത്. ഫസ്റ്റ് ഓഫ് ഓൾ എന്തുണ്ടായിരിക്കണം? എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ 17 സബ്സെക്ഷൻ 2 പ്രകാരം എവിടെ വരും? പെർക്വിസിറ്റ് ആയിട്ട് ടാക്സബിൾ സാലറിയിൽ വരും. അതർവൈസ് എവിടെ പോകും? അത് പ്രൊഫഷണൽ പേയ്മെന്റ് ആയിരിക്കും, PGBPയിലായിരിക്കും ടാക്സ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇനി സ്റ്റുഡൻസ് വരുന്ന അലവൻസും പെർക്വിസിറ്റും സെയിം ആണോ അല്ലെങ്കിൽ ഡിഫറെന്റ് ആണെങ്കിൽ എന്താണ് ആ ഡിഫറൻസ്? അലവൻസ് മീൻസ് മന്ത്ലി ഫിക്സഡ് എമൗണ്ട് റിസീവ്ഡ് ബൈ എംപ്ലോയി ഫ്രം ദ എംപ്ലോയർ whether actual expenditure is incurred or not. Okay, so നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് അല്ലെങ്കിൽ ചിൽഡ്രൻ ഹോസ്റ്റൽ അലവൻസ്. സോ മന്ത്ലി ഫിക്സഡ് സാലറി ആയിട്ട് കിട്ടുന്നത്. സോ ഞാനൊരു വലിയ കമ്പനിയിൽ ജോയിൻ ചെയ്തു, അവിടെ എനിക്ക് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് കിട്ടി. എനിക്ക് ചിൽഡ്രൻ ഇല്ല എങ്കിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ എഡ്യൂക്കേഷൻ അലവൻസ് ആക്ച്വലി ഇൻകർ ചെയ്തില്ലെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? അലവൻസ് കിട്ടും.
സോ ഞാനത് ഇൻകർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എന്താണ് 10 subsection 14 പ്രകാരം എനിക്ക് എക്സംഷൻ കിട്ടിയിട്ട് റിമൈനിങ് പോർഷൻ വിൽ ബി ടാക്സബിൾ അലവൻസ്. സോ ദാറ്റ് മീൻസ് ആക്ച്വലി അങ്ങനെ ഒരു എക്സ്പെൻഡിച്ചർ ഉണ്ടായാലും ഇല്ലെങ്കിലും മന്ത്ലി ഫിക്സ്ഡ് ആയിട്ട് കിട്ടുന്നതിനാണ് എന്ത് പറയുന്നത് അലവൻസസ്. ബട്ട് പെർക്വിസിറ്റ് it means additional benefit or facility provided by the employer. It is received when actual expenditure is incurred. Okay. So actual expenditure incur ചെയ്തിട്ട് ഒരു additional benefit അല്ലെങ്കിൽ facility employee കൊടുക്കുമ്പോഴാണ് എന്ത് വരുന്നത് perquisite. Okay. So ഇനിയാണ് ശ്രദ്ധിക്കുക 17 subsection 2 definition of perquisite is it's an inclusive one based on the definition. Section 17 subsection 2 ലെ ഒരു inclusive one ആണ്. മൂന്ന് രീതിയിലാണ് പെർക്വിസിറ്റ്. പെർക്വിസിറ്റ്സ് ടാക്സബിൾ ഫോർ ഓൾ. പെർക്വിസിറ്റ്സ് ടാക്സബിൾ ഫോർ ഓൾ. പെർക്വിസിറ്റ് എക്സെംപ്റ്റഡ് ഫോർ ഓൾ. വേറൊരു സെനാരിയോ പെർക്വിസിറ്റ് ടാക്സബിൾ only for specified employee. Specified employees. Okay. So that means നമ്മൾ എംപ്ലോയീസിനെ പെർക്വിസിറ്റിന്റെ പരിവിലോട്ട് വരുമ്പോഴത്തേക്ക് രണ്ടായിട്ടാണ് തിരിക്കുന്നത്, സ്പെസിഫൈഡ് എംപ്ലോയീസ് ആൻഡ് നോൺ സ്പെസിഫൈഡ് എംപ്ലോയീസ്. സോ മൂന്ന് രീതിയിലാണ് പെർക്വിസിറ്റ് നമ്മൾ ടാക്സബിലിറ്റി അല്ലെങ്കിൽ സാലറിയിൽ സെനാരിയോ വരുന്നത്. ടാക്സബിൾ ഫോർ ഓൾ ദാറ്റ് മീൻസ് സ്പെസിഫൈഡ് എംപ്ലോയീസിനും നോൺ സ്പെസിഫൈഡ് എംപ്ലോയീസിനും എല്ലാവർക്കും എന്താണ് ടാക്സബിൾ. ഇതെന്താണ് സ്പെസിഫൈഡ് എംപ്ലോയീസ് ആൻഡ് നോൺ സ്പെസിഫൈഡ് എംപ്ലോയീസിന് എന്താണ് എല്ലാവർക്കും എക്സംപ്റ്റഡ്. ഇതെന്താണ് സ്പെസിഫൈഡ് എംപ്ലോയീസിന് മാത്രം ടാക്സബിൾ ആയിട്ടുള്ള പെർക്വിസിറ്റ്. അങ്ങനെ മൂന്ന് രീതിയിലാണ് നമ്മൾ പെർക്വിസിറ്റിനെ ടൈപ്സ് ഓഫ് പെർക്വിസിറ്റ് ഡിഫറെന്റ് ടൈപ്സ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓരോ നോക്കാം. അതെല്ലാം നമ്മൾ ഫസ്റ്റ് വൺ ടാക്സബിൾ ഫോർ ഓൾ. ഫസ്റ്റ് വൺ റെന്റ് ഫ്രീ അക്കോമഡേഷൻ. റെന്റ് ഫ്രീ അക്കോമഡേഷൻ ഇത് രണ്ടും ഒന്നിൽ ഫ്രീ ആയിട്ട് എംപ്ലോയി അവിടെ എംപ്ലോയിക്ക് എന്ത് കൊടുക്കണം, ഒരു ഹൗസ് അയാളുടെ അവിടെ വർക്ക് ചെയ്യാൻ എംപ്ലോയി വർക്ക് ചെയ്യുന്ന അത്രയും കാലം എന്താണ് ഫ്രീ ആയിട്ട് ഒരു ഹൗസ് കൊടുക്കുക, അല്ലെങ്കിൽ കൺസെഷണൽ റെന്റിൽ കൊടുക്കുക. ഇത് രണ്ടും നമ്മൾ എന്താണ് റെന്റ് ഫ്രീ അക്കോമഡേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. വാല്യുവേഷൻ ഓഫ് റെന്റ് ഫ്രീ അക്കോമഡേഷൻ. സോ മെയിൻ ആയിട്ട് ഒരു ഏരിയ ഇതാണ് റെന്റ് ഫ്രീ അക്കോമഡേഷൻ. ദെൻ പേയ്മെന്റ് ബൈ എംപ്ലോയർ ഇൻ റെസ്പെക്ട് ഓഫ് ഒബ്ലിഗേഷൻ ഓഫ് എംപ്ലോയി. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ശ്രദ്ധിച്ചോ, നമുക്ക് എക്സാമിന് അഡ്ജസ്റ്റ്മെന്റ്സ് കയറി വരുന്ന ഒരു കാര്യമാണ്. ഇവിടെ എന്താണ് എംപ്ലോയിയുടെ ഒബ്ലിഗേഷൻ ആര് മീറ്റ് ചെയ്തു, എംപ്ലോയർ മീറ്റ് ചെയ്യുന്ന സെനാരിയോ ആണ് എന്ത് പറയുന്നത്, അതെന്താവും ടാക്സബിൾ ഫോർ ഓൾ. സോ എംപ്ലോയിക്ക് അടയ്ക്കേണ്ട ഒരു പേയ്മെന്റ് എന്താണ്, എംപ്ലോയിയുടെ ഒബ്ലിഗേഷൻ ആയിരുന്നു, എംപ്ലോയിക്കാണ് എക്സ്പെൻഡിച്ചർ വരേണ്ടത്. ബട്ട് എംപ്ലോയിക്ക് വേണ്ടി ആര് പേ ചെയ്യുന്നു, എംപ്ലോയർ പേ ചെയ്യുന്നു. ആ സെനാരിയോയിൽ എന്താണ് സ്പെസിഫൈഡ് എംപ്ലോയീസിനും നോൺ സ്പെസിഫൈഡ് എംപ്ലോയീസിനും ആ പറയുന്ന പെർക്വിസിറ്റ് എന്തായിരിക്കും ടാക്സബിൾ ആയിരിക്കും. ഓക്കെ. ദെൻ amount paid directly or indirectly to effect an assurance on the life of employee. That means employeeയുടെ life insurance premium, LIC പോലുള്ള premium employer അടച്ചാൽ will be a taxable perquisite for all. The value of any specified sweat equity shares allotted directly or indirectly to employer free of cost or concession rate to employee. That means എന്താണ് ഫെയർ മാർക്കറ്റ് വാല്യൂ എന്തുണ്ടോ അതിനേക്കാൾ കുറച്ചോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ടോ എംപ്ലോയി റിലേഷൻഷിപ്പിൽ എംപ്ലോയിക്ക് എന്ത് കൊടുത്താണ് ഇക്വിറ്റി ഷെയർസ് അലോട്ട് ചെയ്യുവാണെങ്കിൽ അതിനെ എന്ത് പറയാം, അതിന്റെ വാല്യൂ എന്തായിട്ട് കൂട്ടും, പെർക്വിസിറ്റ് ടാക്സബിൾ പെർക്വിസിറ്റ്. എമൗണ്ട് ഓഫ് കോൺട്രിബ്യൂഷൻ ടു എംപ്ലോയി സൂപ്പറാനുവേഷൻ ഫണ്ട് എക്സസ് നമ്മൾ 10 സബ്സിഡി ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നെക്സസ് ഓഫ് 1,50,000 അത് പെർക്വിസിറ്റ് ആയിട്ട് ചാർജ് ചെയ്യും. അതർ ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ ഓർ കൺസെഷൻ ലോൺ നമ്മൾ അത് ഡിസ്കസ് ചെയ്യുന്നതാണ്. ട്രാവലിംഗ് ടൂർ അക്കോമഡേഷൻ അത് ഡിസ്കസ് ചെയ്യുന്നതാണ്. Breweries, alcohol, free or concessional beverage, food or beverages other than alcoholic beverages. Okay, so food or other than alcoholic beverages കൊടുക്കുകയാണെങ്കിൽ അത്, then gift voucher, then credit card expenses, club expenses, use of movable credit card expenses ഒക്കെ എന്താണ് taxable, club expense, use of movable asset നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ട്രാൻസ്ഫർ ഓഫ് മൂവബിൾ അസറ്റ്. സോ ഇതിനകത്ത് നമ്മൾ അഡീഷണൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഏരിയാസ് ഇതൊക്കെയാണ്. യൂസ് ഓഫ് മൂവബിൾ അസറ്റ് ഉണ്ട്, ട്രാൻസ്ഫർ ഓഫ് മൂവബിൾ അസറ്റ്. ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ വേർഡ് നമ്മൾ ക്യാപിറ്റൽ ഗെയിനിൽ നിന്നാണ് ഇൻഡെപ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ സെയിൽ ഓഫ് മൂവബിൾ അസറ്റ് എന്നുള്ള ഒരു മീനിങ് ആണ് വരുന്നത്. അതർ ബെനിഫിറ്റ് ദാറ്റ് മീൻസ് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്ന അതർ ബെനിഫിറ്റ് ഓർ അമ്യൂണിറ്റീസ്. സോ ഇത്രയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ടാക്സബിൾ ഫോർ ഓൾനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് വരുന്നത് റെന്റ് ഫ്രീ അക്കോമഡേഷൻ നമ്മൾ ചെയ്യും. പിന്നെ ഇത് ശ്രദ്ധിച്ചോണം,
എംപ്ലോയിയുടെ ഒബ്ലിഗേഷൻ എംപ്ലോയർ മീറ്റ് ചെയ്യുന്ന സെനാരിയോ, പിന്നെ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം പേ ചെയ്യുന്ന സെനാരിയോ, ദെൻ ഗിഫ്റ്റ് വൗച്ചറിന്റെ ഒരു അഡ്ജസ്റ്റ്മെന്റ് നോക്കുന്നുണ്ട്, ഇൻട്രസ്റ്റ് ഫ്രീ കൺസെഷൻ ലോൺ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്, ഫുഡിന്റെ ഒരു ഫിഗർ നമ്മളുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ക്രെഡിറ്റ് കാർഡ് എക്സ്പെൻസ്, ക്ലബ് എക്സ്പെൻസ് എല്ലാം എന്താണ് ടാക്സബിൾ ഫോർ ഓൾ. മൂവബിൾ അസറ്റ് യൂസ് ചെയ്യുവാണെങ്കിലുള്ള സെനാരിയോ, എത്ര അത് യൂസ് ചെയ്യുവാണെങ്കിൽ എത്രയാണ് ടാക്സബിൾ പെർക്വിസിറ്റ് വരുന്നത്. ദെൻ മൂവബിൾ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുവാണെങ്കിൽ എത്രയാണ് ടാക്സബിൾ പെർക്വിസിറ്റ് വരുന്ന സെനാരിയോ. ദെൻ അതർ ബെനിഫിറ്റ്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സെനാരിയോ, പെർക്വിസിറ്റ് എക്സംപ്റ്റഡ് from tax in all employees. In case of all employees, telephone provided by an employer to employees at his residence, transport facilities provided by employer engaged in the business of carrying passengers or goods to his employees either free of charge or at a concession. That means ബസ്സിൽ കണ്ടക്ടേഴ്സിനൊക്കെ അവർക്ക് വേറെ എവിടെയെങ്കിലും യാത്ര ചെയ്യണമെങ്കിൽ ഫ്രീ ആയിട്ട് വരുന്ന കേസൊക്കെ എന്നാണ് വരുന്നത്. പ്രിവിലേജ് പാസസ്, പ്രിവിലേജ് ടിക്കറ്റ്സ് ഗ്രാൻഡഡ് ബൈ ഇന്ത്യൻ റെയിൽവേ ടു ഇറ്റ്സ് എംപ്ലോയീസ്. അല്ലെ, റെയിൽവേ എംപ്ലോയീസിന് അവർക്ക് കൊടുക്കുന്ന സമയത്തൊക്കെ യാത്ര പോകാനായിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സെനാരിയോ. Perquisites allowed outside India by the government to a citizen of India for rendering services outside India. Okay, already discussed ചെയ്തത് 10 subsection 7 ആണ് വരുന്നത്. Then employers contribution to staff group insurance. The group insurance scheme, നമ്മളെ എംപ്ലോയിയുടെ ലൈഫ് ഇൻഷുറൻസ് സ്കീമിന്റെ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം എംപ്ലോയർ പേ ചെയ്താൽ ഇറ്റ് ഈസ് എ ടാക്സബിൾ പെർക്വിസിറ്റ്. ബട്ട് ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീം ആണെങ്കിൽ എന്താണ്, എംപ്ലോയറുടെ ബിസിനസ് സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീം കൊണ്ടുവരുന്നത്. ദാറ്റ് മീൻസ് എംപ്ലോയീസിനെ എല്ലാവരെയും, ഒരാളെ ഒറ്റയ്ക്കല്ല, എല്ലാവരെയും കൂടെ ഒരു ഗ്രൂപ്പായിട്ട് ഇൻഷുറൻസ് സ്കീമിൽ വരുന്നതാണ്. അതെന്താണ്, എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, എംപ്ലോയിക്ക് ടാക്സബിൾ ആയിട്ട് വരില്ല. പേയ്മെന്റ് ഓഫ് ആനുവൽ പ്രീമിയം ഓഫ് എംപ്ലോയർ, personal accident policy affected by him on the life of the employee. Okay, accident policy, life insurance alla accident policy adum endana exempted aanu. Refreshment provided to employees during working hours in the office premise. Okay, refreshment, coffee, tea, snacks ഒക്കെ ഇപ്പൊ ടെക്കീസിനൊക്കെ നമുക്ക് അവർക്ക് ഒരു ഇത് കൊടുക്കുന്നുണ്ടോ, ഫ്രീ ടീ എല്ലാം കൊടുക്കുന്നുണ്ടോ, അതെല്ലാം എന്താണ് പെർക്വിസിറ്റ് ആയിട്ട് വരത്തില്ല. Then subsidized lunch provided employee during working hours at office, business or household. Value of such meal is up to rupees 50,000. So we are discussing that. So rupees 50 per meal. So 50 രൂപ വരെയാണ് മീലെങ്കിൽ എന്താണ് അത് എക്സംപ്റ്റഡ് ആണ്. അതിന് മുകളിലാണ് മീൽ പ്രൈസ് എങ്കിൽ ടാക്സബിൾ പെർക്വിസിറ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. Recreational facilities including club facilities extended to employee in general, not restricted few select employees. Okay, so that means എല്ലാവർക്കും കൊടുക്കാന്നുണ്ടെങ്കിലുള്ള സെനാരിയോ exempted. Amount spent by employer on training of employees or amount paid refresher management course including expenses on boarding and lodging. Okay, so amount spent by employer on training, so employee train ചെയ്യുന്ന എന്തിനാണ്, എംപ്ലോയറുടെ ബിസിനസ്സിൽ കൂടുതൽ ഗുണമുണ്ടാകും. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും അല്ലെ അത് എംപ്ലോയർ ട്രെയിൻ ചെയ്യുന്ന എംപ്ലോയിക്ക് അല്ലേ നോളജ് ഇമ്പാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് എംപ്ലോയിക്ക് ആ പേയ്മെന്റ് കൊടുക്കുന്ന എംപ്ലോയി ടാക്സ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, എംപ്ലോയർ എനിക്ക് ട്രെയിനിങ് വേണ്ടെന്ന് പറയും. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് അത് എക്സെപ്റ്റഡ് ആണ്. Then some payable by an employer to RPF on approved superannuation fund, deposit linked insurance. Okay, so recognized provident fund ലേക്കുള്ള കേസസ് എല്ലാം വരുന്നത്. Then leave travel concession subject to section 10 subsection 5. Medical facility subject to certain limits, prescribed limit. Okay, so 10 subsection 5 medical facility നമ്മൾ ഇൻഡെപ്റ്റ് ഡിസ്കസ് ചെയ്യുന്നതാണ്. rent free official residence for judge, high court judge or supreme court judge നോ rent free accommodation കൊടുത്താൽ എന്തല്ല ഒരു ടാക്സബിൾ പെർക്വിസിറ്റ് ആയിട്ട് വരില്ല. including rent free furnished residence including maintenance provided to an officer of parliament, union minister, leader of opposition in the parliament. So അതും എന്ത് വരത്തില്ല, അവിടെയും എംപ്ലോയർ റിലേഷൻഷിപ്പില്ല. ഹൈക്കോടതി ജഡ്ജിന്റെയും അതാണ് ഒരു എംപ്ലോയർ റിലേഷൻഷിപ്പ് അല്ല വരുന്നത്. അവർക്ക് കൊടുക്കുന്നത് എന്തിലോട്ട് വരില്ല, ടാക്സബിൾ പെർക്വിസിറ്റിലോട്ട് വരത്തില്ല. കൺവെയൻസ് ഫെസിലിറ്റി പ്രൊവൈഡ് ടു ഹൈക്കോടതി ജഡ്ജ് എക്സെട്ര അതും ഇതിനകത്ത് വരത്തില്ല, ടാക്സബിൾ പെർക്വിസിറ്റ് ആയിട്ട് വരില്ല. Perquisite taxable only in the hands of specified employees. Specified employees in matram taxable ആകുന്ന scenario. Only in the hands of specified employees. Specified employee. Okay. So the provision of sweeper, gardener, washman or personal attendant. Facility to use of gas, electricity,
water supply by employer. Okay. So sweeper, gardener, watchman or personal attendant ആർക്ക് മാത്രം taxability attract ചെയ്യും? Specified employees. Fee for concessional ticket, use of motor cars, fee for concessional education facility. So ഇത്രയും കാര്യങ്ങൾ ആർക്ക് മാത്രം taxable ആകും? Specified employees. That implies എന്താണ്? Non-specified employees not taxable. Okay. Non-specified employees ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ പറയുന്ന perquisites അല്ലെങ്കിൽ additional benefit given എന്താണ്? Taxability attract ചെയ്യില്ല. So നമ്മൾ ആദ്യം മുതലേ പറയുന്നത് specified employee, non-specified employee. അപ്പോൾ ആരാണ് ഈ specified employee? So അതാണ് ഇവിടെ പറയുന്നത് definition. Specified employee. Okay. ഒന്നുകിൽ ആരായിരിക്കണം? Specified employee 3 കാറ്റഗറിയിലാണ് വരുന്നത്. ഒന്നുകിൽ ഡയറക്ടർ ആയിരിക്കണം, കമ്പനിയുടെ ഡയറക്ടർ ആണെങ്കിൽ അയാൾ എന്താണ്? സ്പെസിഫൈഡ് എംപ്ലോയി. അല്ലെങ്കിൽ അയാൾക്ക് എന്താണ്? സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ്. സോ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഇൻ ദ കമ്പനി മീൻസ് എന്താണ്? 20% or more voting right. Okay. So beneficial owner of, ശ്രദ്ധിക്കുക, ലീഗൽ ഓണർ അല്ല, beneficial ownership of 20% or more equity shares. So voting right means equity shares. That means preference shares in voting right ഉണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ പോരാ. That means preference shares ഹോൾഡേഴ്സ് അല്ലെങ്കിൽ preference shares ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രമേ അവർക്ക് എന്ത് വരത്തുള്ളൂ? വോട്ടിംഗ് പവർ വരത്തുള്ളൂ. അതുകൊണ്ട് വോട്ടിംഗ് റൈറ്റ് മീൻസ് ഇവിടെ എന്താണ് പറയുന്നത്? ഇക്വിറ്റി ഷെയർ ഹോൾഡ് ചെയ്യുന്ന സെനാരിയോ. പിന്നെ അല്ലെങ്കിൽ എന്തായിരിക്കണം? അയാളുടെ സാലറി 50,000 എക്സീഡ് ചെയ്തിട്ടുണ്ടാവണം. സോ സാലറി 50,000 എക്സീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ടാക്സബിൾ സാലറി. ഓക്കെ. സോ ദാറ്റ് മീൻസ് 3 സെനാരിയോ ആണ് ഉള്ളത്. സ്പെസിഫൈഡ് എംപ്ലോയി ആകണം, ഒന്നുകിൽ അയാൾ എന്തായിരിക്കണം? കമ്പനി ഡയറക്ടർ ആയിരിക്കണം, അല്ലെങ്കിൽ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം, 20% or more voting right. That means beneficial owner of 20% or more equity shares. That means 20% or more equity share ഹോൾഡ് ചെയ്യുന്ന ആളാണെങ്കിൽ അയാൾ എന്താണ്? സ്പെസിഫൈഡ് എംപ്ലോയിയുടെ ഒരു കാറ്റഗറിലോട്ട് വരും. ദെൻ 50,000 എക്സീഡ് ചെയ്തത്. സോ 50,000 കമ്പ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഡിഡക്ഷൻ കിട്ടുന്നത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഇൻക്ലൂഡ് ചെയ്യുന്നത് ബേസിക് സാലറി, ഡിയർനെസ് അലവൻസ്, ബോണസ്, കമ്മീഷൻ, ടാക്സബിൾ അലവൻസസ് ഓർ പെർക്വിസിറ്റ്, ബട്ട് ഷാൾ നോട്ട് ഇൻക്ലൂഡ് വാല്യൂ ഓഫ് എനി മോണിറ്ററി ബെനിഫിറ്റ്സ് ഓർ പെർക്വിസിറ്റ്സ്. ഓക്കെ. Any non-monetary benefits or perquisites. So that means monetary payments നെയാണ് എല്ലാത്തിനും എന്താണ് ഇൻവെന്ററിൽ കൊണ്ടുവരുന്നത്. പ്ലസ് എന്തൊക്കെ ഡിഡക്ഷൻ കിട്ടും? സെക്ഷൻ 16 പറയുന്ന 16 ക്ലോസ് ആണ്. എന്തായിരുന്നു അത് ഓർമ്മയുണ്ടോ? 16 നമ്മൾ ലാസ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എത്രയാണ് മാക്സിമം അപ് ടു എത്ര വരെ കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 50,000 വരെ. ദെൻ എന്റർടൈൻമെന്റ് അലവൻസ് ആർക്ക് മാത്രമേ കിട്ടുള്ളൂ? ഗവൺമെന്റ് എംപ്ലോയീസിന് കിട്ടുള്ളൂ. ദെൻ ടാക്സ് ഡിഡക്ഷൻ കിട്ടുന്നത് എമൗണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഓർമ്മയുണ്ടോ? 1/5 of basic actual 5,000 whichever is less. Then tax on employment paid by employee. Employer ആണ് പേ ചെയ്യുന്നതെങ്കിൽ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം പെർക്വിസിറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് സെക്ഷൻ 16 ക്ലോസ് 3 ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. ഓക്കെ. സോ ദാറ്റ് മീൻസ് അങ്ങനെ തന്നെ ചെയ്യണം എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഗ്രോസ് സാലറി ആൻഡ് ടാക്സബിൾ സാലറി അല്ലെങ്കിൽ നെറ്റ് സാലറി ബോത്ത് ആർ ഡിഫറെന്റ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ ജസ്റ്റ് ഒരു നമ്മൾ ലാസ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്ത് വിട്ടതാണ്. ബിക്കോസ് ഇവിടെ ഒരു പെർക്വിസിറ്റിന്റെ സെനാരിയോ വരുന്നതുകൊണ്ടാണ്. 10 subsection 10 cc 10 subsection 10 cc ഒന്നുമില്ല. സെക്ഷൻ 10 subsection 10 cc ഒരു മൾട്ടിപ്പിൾ ചോയ്സിലേക്ക് കയറി വരാം. ഇൻകം ടാക്സ് പെയ്ഡ്, അതായത് ടാക്സ് പെയ്ഡ് ബൈ എംപ്ലോയർ. എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ആരാണ്? എംപ്ലോയർ പേ ചെയ്തു on behalf of employee on non-monetary perquisites. On non-monetary perquisite. On non-monetary perquisites. Okay. So employee non-monetary benefit against ആയിട്ടുള്ള ടാക്സ്, ഇൻകം ടാക്സ് ആര് പേ ചെയ്തു? എംപ്ലോയർ പേ ചെയ്താൽ എന്താണ്? 10 subsection 10 cc പ്രകാരം എന്താണ്? എക്സെംപ്റ്റഡ് ആണ്. എംപ്ലോയിക്ക് എന്ത് വരത്തില്ല? ടാക്സബിലിറ്റി അട്രാക്ട് ചെയ്യില്ല ആണ് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. എംപ്ലോയി ഷുഡ് ബി ഗിവൺ deriving income and the nature of perquisite under 17 subsection 2. The employer should have paid the income tax on behalf of employee on such non-monetary perquisites. In such case, the income tax paid by employer would be exempt under section 10 subsection 10c. So that means
എംപ്ലോയിയുടെ നോൺ മോണിറ്ററി പെർക്വിസിറ്റിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള ഇൻകം ടാക്സ് ആര് പേ ചെയ്തു? എംപ്ലോയിക്ക് വേണ്ടിയിട്ട് എംപ്ലോയർ പേ ചെയ്തു. അങ്ങനെയാണെങ്കിൽ അത് എന്ത് വരത്തില്ല? എംപ്ലോയിക്ക് ടാക്സ് ചെയ്തില്ല, എക്സംപ്റ്റഡ് ആണ്. ആ എംപ്ലോയർ പേ ചെയ്തത് എക്സംപ്ഷൻ ആണ് അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 10cc. നെക്സ്റ്റ് വൺ നമ്മൾ കിടക്കുകയാണ്, മാനേജർ കിടക്കാണ്. ഫസ്റ്റ് റെന്റ് ഫ്രീ അക്കോമഡേഷൻ. റെന്റ് ഫ്രീ അക്കോമഡേഷൻ അല്ലെങ്കിൽ RFA. ഓക്കെ, സോ ഞാൻ ഒരു അടുത്ത എംപ്ലോയി ആണ്, എനിക്ക് സാലറി കൂടാതെ എന്തുകൂടെ തരികയാണ്? എനിക്ക് താമസിക്കാനായിട്ട് ഒരു അക്കോമഡേഷനും കൂടെ ആര് തരികയാണ്? എംപ്ലോയർ തരികയാണ്. ആ സെനാരിയോയിലാണ് ഒന്നുകിൽ എനിക്ക് ഫ്രീ ആയിട്ട് തരിക അല്ലെങ്കിൽ ഒരു നോമിനൽ റെന്റിന് തരിക. ആ സെനാരിയോ ആണ് ഇവിടെ വരുന്നത്. നമുക്ക് ഡിസ്കസ് ചെയ്യാം. റെന്റ് ഫ്രീ അക്കോമഡേഷൻ. ഓക്കെ, സോ റെന്റ് ഫ്രീ അക്കോമഡേഷൻ പ്രൊവൈഡഡ് ടു രണ്ട് രീതിയിൽ വരാം. ഒന്നിൽ ഗവൺമെന്റ് എംപ്ലോയി അല്ലെങ്കിൽ നോൺ ഗവൺമെന്റ് എംപ്ലോയി. സോ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ ഗവൺമെന്റ് എംപ്ലോയിക്ക് എന്ത് കൊടുക്കണം? റെന്റ് ഫ്രീ അക്കോമഡേഷൻ കൊടുക്കുകയാണെങ്കിൽ എന്താണ്? ലൈസൻസ് ഫീ ആര് ഫിക്സ് ചെയ്യുന്നതാണ്? ഡിസൈഡഡ് ബൈ ഫിക്സ്ഡ് ബൈ ഗവൺമെന്റ് ഓർ ഡിസൈഡഡ് ബൈ ഗവൺമെന്റ്. ഓക്കെ, ലൈസൻസ് ഫീ ഫിക്സ്ഡ് ബൈ ഗവൺമെന്റ്. ഇനി നോൺ ഗവൺമെന്റ് ആണെങ്കിൽ നമുക്ക് രണ്ട് രീതിയിലാണ് സെനാരിയോ. ഒന്നുകിൽ എന്താണ്? എൻ്റെ എംപ്ലോയി, ഞാൻ അവിടെ അടുത്ത ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്, ആ അക്കോമഡേഷൻ ഓൺഡ് ബൈ എംപ്ലോയറുടെ സ്വന്തമാണ് അക്കോമഡേഷൻ, അതാണ് എനിക്ക് തന്നിരിക്കുന്നത്. അല്ലെങ്കിൽ എന്താണ്? എനിക്ക് വേണ്ടിയിട്ട് എംപ്ലോയർ എന്താണ്? ഹയർ ചെയ്തിരിക്കണം, വാടകയ്ക്ക് എടുത്തിരിക്കണം. ഓക്കെ, ഹയർഡ് ബൈ എംപ്ലോയർ. രണ്ട് സെനാരിയോ ആണ്. സോ ഓൺഡ് ബൈ എംപ്ലോയർ ആണെങ്കിൽ ശ്രദ്ധിക്കാം, 3 രീതിയിലാണ് വരുന്നത് ടാക്സബിലിറ്റി അല്ലെങ്കിൽ ടാക്സബിൾ പെർക്വിസിറ്റി വരുന്നത്. ഒന്നുകിൽ എന്താണ്? 15% ഇൻറ്റു സാലറി, അല്ലെങ്കിൽ എന്താണ്? 10% ഇൻറ്റു സാലറി. തേർഡ് സെനാരിയോ എന്താണ്? 7.5% ഇൻറ്റു സാലറി. ഓക്കെ, 15% സാലറി വരുന്നപ്പോഴാണ് ഈ അക്കോമഡേഷൻ കൊടുത്തിരിക്കുന്നത് പോപ്പുലേഷൻ 25 lakhൽ കൂടുതലുള്ള ഏരിയയിലാണെങ്കിൽ. സോ സെക്കൻഡ് സെനാരിയോ 10% സാലറി വരുന്നതാണ്. 10 lakhൽ കൂടുതലാണ്, ബട്ട് 25 lakhൽ വരെ വരത്തുള്ളൂ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 25 അങ്ങനെയാണെങ്കിൽ 10% സാലറി. സോ വേറെ സെനാരിയോ എന്താ? ദാറ്റ് മീൻസ് ബാക്കി ഏത് സെനാരിയോ എടുത്താലും എന്താണ്? ഇതെന്ത് വരും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 lakh. 10 lakhോ അതിൽ താഴെയാണെന്നുണ്ടെങ്കിൽ 7.5% ഓഫ് സാലറി. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. സെക്കൻഡ് സെനാരിയോ എന്താണ്? എന്റെ സ്വന്തമല്ല, അല്ലെങ്കിൽ എംപ്ലോയറുടെ സ്വന്തമല്ല. എംപ്ലോയർ എന്ത് ചെയ്തു? എംപ്ലോയിക്ക് വേണ്ടി റെന്റിന് എടുത്തിരിക്കുകയാണ്. സോ അവിടെ എന്താണ്? ലീസ്റ്റ് ആണ് എടുക്കുന്നത്, ലീസ്റ്റ് ഉള്ളത്. സോ എംപ്ലോയർക്ക് എന്ത് എക്സ്പെൻസ് ഉണ്ടാവും? ആക്ച്വൽ റെന്റ് പെയ്ഡ് അല്ലെ, റെന്റ് പെയ്ഡ് ബൈ എംപ്ലോയർ. ആക്ച്വലി എനിക്ക് എംപ്ലോയിക്ക് അത് കൊടുക്കാൻ വേണ്ടി എംപ്ലോയർക്ക് ഉണ്ടായ എക്സ്പെൻസ് പെയ്ഡ് ബൈ എംപ്ലോയർ. ഓർ 15% into salary. 15% into salary, whichever is least. Okay. So very very important. ഇവിടെ നമ്മൾ 10 subsection 10 10 subsection 10A 10 subsection 10A 10 subsection 10B 10 subsection 10C പലതിലും എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഇത്ര പെർസെൻറ്റേജ് ഓഫ് സാലറി അല്ലെങ്കിൽ ലാസ്റ്റ് ലോൺ സാലറി, ആവറേജ് സാലറി, അവിടെയൊക്കെ എന്താണ് സാലറി കമ്പ്യൂട്ടേഷൻ. സോ ഇവിടെയാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. RFA ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം സാലറി. ഓക്കെ, ഈ പറയുന്ന 15% ഓഫ് സാലറി അല്ലെങ്കിൽ 10% ഓഫ് സാലറി, 7.5%, ആ സാലറി മീൻസ് നോക്കാം ബേസിക് പ്ലസ് DA in terms of employment plus commission plus bonus plus commission. Okay, so അവിടെ മിക്ക സെനാരിയോ എന്താണ്? കമ്മീഷൻ ആസ് എ പെർസെന്റേജ് ഓഫ് ടേൺ ഓവർ അച്ചീവ്ഡ്. ഇവിടെ ഏത് ടൈപ്പ് ഓഫ് കമ്മീഷൻ? ഓൾ അതർ ടാക്സബിൾ അലവൻസസ്. സോ ദാറ്റ് മീൻസ് നമ്മൾ എന്ത് ചെയ്യണം? ഒരു വലിയൊരു പ്രോബ്ലം നമുക്ക് സാലറിയുടെ കമ്പ്യൂട്ടേഷൻ വന്നാൽ ചെയ്യുന്നുണ്ടത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പെർക്യൂസിറ്റ് RFA കണ്ടുപിടിക്കുന്നു, എന്ത് കണ്ടുപിടിച്ചിരിക്കണം? റിമൈനിങ് ആയിട്ടുള്ള ടാക്സബിൾ അലവൻസസ് എല്ലാം കണ്ടുപിടിച്ചിട്ട് അതുകൂടെ ആഡ് ചെയ്തിട്ടാണ് എന്ത് വരുന്നത്? സാലറി വരുന്നത്. അതിന്റെ പേഴ്സന്റെ ആണ് എന്ത് കിട്ടുന്നത്? റെന്റ് ഫ്രീ അക്കോമഡേഷന്റെ ടാക്സബിൾ പെർക്യൂസിറ്റ്. ഓക്കെ, സോ ദാറ്റ് മീൻസ് എന്താണ്? രണ്ട് സെനാരിയോ. ഞാൻ എംപ്ലോയി ആണ്, എനിക്ക് എന്ത് തന്നു? എംപ്ലോയർ താമസിക്കാനായിട്ട് വീട് തന്നാൽ, ഞാൻ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ എന്താണ്? ഒന്നും നോക്കാനില്ല, ഗവൺമെന്റ് ലൈസൻസ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും അവർ എത്രയാണ് RFA എന്നുള്ളത്. സോ സെക്കൻഡ് സെനാരിയോ നോൺ ഗവൺമെന്റ് എംപ്ലോയർ, നോൺ ഗവൺമെന്റ് അല്ലെങ്കിൽ എംപ്ലോയി നോൺ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ, സോ ആ തന്നിരിക്കുന്ന ഹൗസ് പ്രോപ്പർട്ടി ഓൺഡ് ബൈ എംപ്ലോയർ ആണെങ്കിൽ ആ ഏരിയയിൽ 25 lakhൽ കൂടുതലാണ് പോപ്പുലേഷൻ എങ്കിൽ 15% ഓഫ് സാലറി. സോ 10 lakhന് മുകളിലാണ് 25 lakh വരെയാണെങ്കിൽ 10% ഓഫ് സാലറി. അതിൽ 10 lakh അല്ല അതിൽ താഴെയാണെങ്കിൽ 7.5% ഓഫ് സാലറി.
സോ അതല്ല, സ്വന്തമല്ല, എംപ്ലോയർ സ്വന്തമല്ല, എംപ്ലോയർ എന്ത് ചെയ്തിരിക്കുകയാണ്, എംപ്ലോയർ റെന്റിന് എടുത്തിരിക്കുകയാണെങ്കിൽ എന്താണ്, എംപ്ലോയർ കൊടുക്കേണ്ടി വന്ന റെന്റ് അല്ലെങ്കിൽ 15% ഓഫ് സാലറി വിച്ച് എവർ ഈസ് ലെസ്. സോ ഇവിടെ സാലറി മീൻസ് ബേസിക് പ്ലസ് DA ഇൻ ടേംസ് ഓഫ് എംപ്ലോയർ പ്ലസ് ബോണസ് എടുക്കും, കമ്മീഷൻ എടുക്കും, പിന്നെ എല്ലാ ടാക്സബിൾ അലവൻസസും അത്രയും കമ്പ്യൂട്ട് ചെയ്ത് കിട്ടുന്ന സാലറി ഇൻറ്റു ദിസ് പേഴ്സൻ്റെ ആണ് എന്ത് വരുന്നത്. സോ വെരി ഇമ്പോർട്ടൻറ്റ്, RFA ഉണ്ടെങ്കിൽ റിമൈനിങ് എല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം മാത്രം എന്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, RFAയുടെ ടാക്സബിൾ പെർക്വിസിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. സോ വെരി ഇമ്പോർട്ടൻറ്റ്, RFA വന്നാൽ ക്വസ്റ്റ്യൻ അത് അത്രത്തോളം വർക്ക് ചെയ്തതിന് ശേഷമായിരിക്കും നമുക്ക് സാലറി കിട്ടുന്നത്. ആ സാലറി കിട്ടുന്നത് അപ്പോൾ കറക്റ്റ് ആയിരിക്കണം, എങ്കിലേ എന്ത് ശരിയാവുള്ളൂ, പെർക്വിസിറ്റ് വാല്യൂ ശരിയാകുള്ളൂ. ടാക്സബിൾ അലവൻസസ്. സോ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്റർടൈൻമെന്റ് അലവൻസ് വന്നാലോ, അത് നില്ലെടുത്ത് കഴിഞ്ഞാലുണ്ടോ, ഞാൻ അവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എന്റർടൈൻമെന്റ് ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ ലീസ്റ്റ് ആണെങ്കിൽ അത് നില്ല, അത് ലീസ്റ്റ് വരുന്നത് ആ ഫിഗർ ആണെന്ന് നമുക്കറിയാന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ചാടിക്കട്ട് നില്ലെന്ന് എടുക്കരുത്. ബിക്കോസ് ടാക്സബിൾ അലവൻസ് ആണ് എന്റർടൈൻമെന്റ് അലവൻസ്. അതിനുശേഷം എവിടെയാണ് ഡിഡക്ഷൻ കിട്ടുന്നത്, സെക്ഷൻ 16 പ്രകാരം ഗ്രോസ് സാലറി എന്നാണ്. സോ ദാറ്റ് മീൻസ് അത് ഇവിടെ സാലറി കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, ആ എന്റർടൈൻമെന്റ് അലവൻസ്, ആ ടാക്സബിൾ അലവൻസ് എന്ത് ചെയ്യും, സാലറിയുടെ ആഡ് ചെയ്യും. എന്ത് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട്, പെർക്വിസിറ്റ് വാല്യൂ, റെന്റ് ഫ്രീ അക്കോമഡേഷന്റെ പെർക്വിസിറ്റ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, സോ ഒന്ന് ശ്രദ്ധിക്കാം, ഗവൺമെന്റ് എംപ്ലോയി, നോൺ ഗവൺമെന്റ് എംപ്ലോയി, ദെൻ സെനാരിയോ. സോ വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി എന്താണ്, സംടൈംസ് ചില സെനാരിയോ ഇപ്പം റെന്റ് ഫ്രീ അക്കോമഡേഷൻ ഇൻ ദ സെൻസ് നോർമലി ഇപ്പം എല്ലാം എന്താണ്, ഫ്ലാറ്റ് ആയിരിക്കും വരുന്നത്, ഫ്ലാറ്റ്. സോ ഫ്ലാറ്റ് കൊടുത്തു, അതിന്റെ കൂടെ എന്തുകൂടെ കൊടുത്തു, ഫർണിച്ചർ കൂടെ കൊടുത്തു. സോ ഫർണിഷ്ഡ് അക്കോമഡേഷൻ, ദാറ്റ് മീൻസ് താമസ സൗകര്യത്തിനോടൊപ്പം തന്നെ എന്താണ്, ഫർണിച്ചർ കൂടെ പ്രൊവൈഡ് ചെയ്താൽ രണ്ട് രീതിയിലാകാം. ഒന്നുകിൽ എന്തായിരിക്കണം, ഈ ഫർണിച്ചർ എംപ്ലോയറുടെ സ്വന്തം, ഓൺഡ് ബൈ എംപ്ലോയർ, അല്ലെങ്കിൽ എന്താകാം, എംപ്ലോയർ റെന്റിന് എടുത്താണ് അല്ലെങ്കിൽ ഹയർ ചെയ്താണ്. സോ ഓൺ ചെയ്താണെങ്കിൽ എന്തായിരിക്കും, 10% ഓഫ് കോസ്റ്റ്, ആക്ച്വൽ കോസ്റ്റ്. സോ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, എത്രയാണോ എംപ്ലോയർ വാങ്ങിച്ചപ്പോൾ ഉണ്ടായ കോസ്റ്റ് അതിന്റെ 10% യൂസ് ചെയ്യാൻ കൊടുത്താൽ എംപ്ലോയിയുടെ പെർക്വിസിറ്റ് ആകും. റെന്റിന് എടുത്താണെങ്കിലോ ആക്ച്വൽ റെന്റ് പെയ്ഡ് ബൈ എംപ്ലോയർ. ഇതെന്താണ് സെനാരിയോ, വീട് കൊടുത്തതിനൊപ്പം എന്താണ്, ഫർണിച്ചർ കൂടെ കൊടുത്തു. എന്റെ സ്വന്തം ഫർണിച്ചർ ഞാൻ എന്റെ എംപ്ലോയിക്ക് കൊടുത്താൽ എംപ്ലോയി അത് യൂസ് ചെയ്യുകയാണെങ്കിൽ എത്രയും, എനിക്ക് എത്രയാണോ ചിലവ് അതിന്റെ 10% എന്തായിട്ട് കണക്കാക്കും എംപ്ലോയിയുടെ പെർക്വിസിറ്റ്. സോ ഞാൻ എന്റെ സ്വന്തമല്ല, ഞാൻ റെന്റിനെടുത്ത് എംപ്ലോയിക്ക് കൊടുക്കുക. സോ ഞാൻ എത്രയാണ് ചിലവാക്കിയത് എംപ്ലോയിക്ക് വേണ്ടിയിട്ട്, ഈ റെന്റ്, ആക്ച്വൽ റെന്റ്, അതെന്താവും, എംപ്ലോയിയുടെ പെർക്വിസിറ്റ് ആകും. Then, per scenario, hotel facility, list of the following is taxable, 24% of salary, actual rent paid by employer. Okay. So that means ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, സെനാരിയോ ഒന്ന് ശ്രദ്ധിക്കുക. ഒരു എംപ്ലോയിക്ക് എന്തായി, ട്രാൻസ്ഫർ ആയി വേറെ ഇടത്തോട്ട് പോകും, വേറെ A എന്ന് പറഞ്ഞ സിറ്റിയിൽ നിന്ന് B എന്ന് പറഞ്ഞ സിറ്റിയിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് അവിടെ ഒരു അക്കോമഡേഷൻ കണ്ടുപിടിക്കുന്ന വരെ എന്ത് ചെയ്തു, ഹോട്ടലിൽ കൊടുത്തു. ഓക്കെ, സോ അക്കോമഡേഷൻ കണ്ടുപിടിക്കാൻ കൊടുത്തു 15 days, അതിനുള്ളിൽ ഉണ്ടോ, ഹോട്ടൽ ഫെസിലിറ്റി പ്രൊവൈഡ് ടൈം ഓഫ് ട്രാൻസ്ഫർ അപ് ടു 15 days എന്താണ്, ടാക്സബിൾ അല്ല, പെർക്വിസിറ്റ് ആയിട്ട് കൂട്ടില്ല. അത് കഴിഞ്ഞിട്ടും നല്ലൊരു വീട് കണ്ടുപിടിച്ചിട്ടും നല്ല ഇഷ്ടപ്പെട്ടു, ഒരു 3 star അല്ലെങ്കിൽ 5 star ഫെസിലിറ്റി ആണ് കൊടുക്കുന്നത്, അവിടെ അങ്ങ് തങ്ങിക്കളയാമെന്ന് എംപ്ലോയി വിചാരിക്കുകയാണെങ്കിൽ എന്താവും, എംപ്ലോയി അതിനൊക്കെ തിരിച്ചായിട്ട് എന്ത് കൊടുക്കേണ്ടി വരും, ടാക്സ് കൊടുക്കേണ്ടി വരും. ഒന്നുകിൽ 24% ഓഫ് സാലറി അല്ലെങ്കിൽ ആക്ച്വൽ റെന്റ് പെയ്ഡ് ബൈ എംപ്ലോയർ. അതിൽ ലീസ്റ്റ് എന്താവും, 15 days കഴിഞ്ഞാൽ എംപ്ലോയി ടാക്സ് എന്തായിട്ട്, എംപ്ലോയിയുടെ പെർക്വിസിറ്റ് ആയിട്ട് എംപ്ലോയി ഉണ്ടാകുന്ന എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യും, ഇൻഡയറക്റ്റ് ആയിട്ട് എംപ്ലോയിക്ക് ടാക്സബിലിറ്റി ആവും. ഓക്കെ, also if employer recover any rent from the employee, then such rent should be deducted. That means rent recovery means എന്താണ്, rent free accommodation അല്ല, concessional rate അല്ലേ. സോ എംപ്ലോയർക്ക് 10,000 ചിലവാകുന്നുണ്ട്, എംപ്ലോയിയുടെ 3,000 മേടിക്കുന്നുണ്ടെങ്കിൽ എന്താണ്, ആ 3,000 നമുക്ക് എന്ത് ചെയ്യാം, ടാക്സബിൾ പെർക്വിസിറ്റ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ആ പെർക്വിസിറ്റ് വാല്യൂ കണ്ടുപിടിച്ചിട്ട് ആ 3,000 കുറച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ടാക്സബിൾ. സോ ദാറ്റ് മീൻസ് എംപ്ലോയിക്ക് വേണ്ടി അഡീഷണൽ ബെനിഫിറ്റ് കൊടുത്തു. അതിന് വേണ്ടിയിട്ട് എന്താണ്, ഒരു ചെറിയ എമൗണ്ട് എംപ്ലോയിയുടെ കളക്ട് ചെയ്യണമെങ്കിൽ എംപ്ലോയിയുടെ കളക്ട് ചെയ്യുന്നത് ഡിഡക്ട് ചെയ്തിട്ട് റിമൈനിങ് പോർഷൻ ആയിരിക്കും എന്തായിട്ട് വരുന്നത്, ടാക്സബിൾ പെർക്വിസിറ്റ്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, മൾട്ടിപ്പിൾ ചോയ്സിലേക്ക് അക്കോമഡേഷൻ ഫെസിലിറ്റി ഓൺ ട്രാൻസ്ഫർ on account of his transfer from one place to another, the employee is provided with accommodation at new place while retaining the accommodation at the other place. Then for a period of 90 days the value of perquisite shall be determined with reference to only one accommodation with lower value. Okay, after 90 days both the accommodation charged as perquisite. Okay, ഇവിടെ ശ്രദ്ധിക്കുക,
ട്രാൻസ്ഫർ. സോ മിസ്റ്റർ എ എംപ്ലോയി ആണ്, എംപ്ലോയിക്ക് ട്രാൻസ്ഫർ കിട്ടി സിറ്റി എ, സിറ്റി എയിൽ നിന്ന് സിറ്റി ബിയിലേക്ക്. സിറ്റി എയിൽ എന്തായിരുന്നു, ഓൾറെഡി ഒരു റെന്റ് ഫ്രീ അക്കോമഡേഷൻ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. സോ അവിടെ പ്രൊപ്പർട്ടി എന്തായിരിക്കും, മിസ്റ്റർ എ ആൻഡ് ഫാമിലിയാണ്. സോ മിസ്റ്റർ എക്ക് എന്താണ്, ട്രാൻസ്ഫർ ആയി സിറ്റി ബിയിലേക്ക്. ട്രാൻസ്ഫർ ആയി സിറ്റി ബിയിലേക്ക്. സോ ഇവിടെ മിസ്റ്റർ എ വന്നു. സോ ഈ ഒരു 90 days ക്രൈറ്റീരിയ എന്താണ്, ഈ ഫാമിലിക്കും കൂടി ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു ടൈമാണ് കൊടുക്കുന്നത്. ഈ 90 days വരെ എന്താണ്, ഇതിൽ ഏതാണോ ലോവർ, അതായത് ബെനിഫിഷ്യൽ ടു എംപ്ലോയി എന്നാണ്. അതുകൊണ്ട് ബെനിഫിഷ്യൽ ടു എംപ്ലോയി എപ്പോഴും എന്തായിരിക്കും, ലോവർ ആയിരിക്കും. ഇതിൽ കണ്ടുപിടിച്ചിട്ട് പെർക്വിസിറ്റ് കണ്ടുപിടിച്ചിട്ട് ഇതിൽ ഏതാണോ ലോവർ അതേ എടുക്കുള്ളൂ. 90 ദിവസം കഴിഞ്ഞിട്ട് ഫാമിലി സിറ്റി എയിലും മിസ്റ്റർ എ മാത്രം സിറ്റി ബിയിലും തങ്ങുകയാണെങ്കിൽ എന്താണ്, ഈ രണ്ട് അക്കോമഡേഷനും എന്താണ്, സിറ്റി എയിലെ അക്കോമഡേഷൻ സിറ്റി ബിയിലെ അക്കോമഡേഷൻ എന്തായിട്ട് കൂട്ടും, ടാക്സബിൾ പെർക്വിസിറ്റ് ആയിട്ട് കൂട്ടുന്നതാണ് ഈ പറയുന്ന പ്രൊവിഷനിൽ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സെനാരിയോ, യൂസ് ഓഫ് മൂവബിൾ അസെറ്റ്. സോ എംപ്ലോയർ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്, എംപ്ലോയിക്ക് എന്ത് കൊടുക്കുകയാണ്, മൂവബിൾ അസെറ്റ്. എന്ത് ചെയ്യാനാണ്, വിറ്റതാണോ, സ്വന്തമായിട്ട് കൊടുത്തതാണോ, അല്ല, എന്ത് ചെയ്യാനാണ്, യൂസ് ചെയ്യാൻ കൊടുത്തിരിക്കുകയാണ്. യൂസ് ഓഫ് മൂവബിൾ അസെറ്റ്. സോ കമ്പ്യൂട്ടർ യൂസ് ഓഫ് മൂവബിൾ അസെറ്റ് രണ്ട് രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്, ലാപ്ടോപ്പ് ഓർ കമ്പ്യൂട്ടർ. കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, ഫുള്ളി എക്സംപ്റ്റഡ്. ഈ ലാപ്ടോപ്പ് കണ്ടോ, ഇതൊരു നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ കൊടുക്കുന്നത് എന്താണ്, വർക്ക് ഫ്രം ഹോം. 8 മണിക്കൂർ എംപ്ലോയർക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ട് വീട്ടിൽ പോയിട്ട് വീണ്ടും എംപ്ലോയർക്ക് വേണ്ടി വർക്ക് ചെയ്യണം. സോ അതിനുവേണ്ടിയാണ് എന്ത് കൊടുക്കുന്നത്, കൂടി ലാപ്ടോപ്പ് കൊടുത്തിരിക്കുന്നത്. സോ ഈ ലാപ്പിൻ്റെ എംപ്ലോയി നോക്കുമ്പോൾ എന്താണ്, ഈ ലാപ്പ് കിട്ടിയതിന് ടാക്സ് ചെയ്യണമെങ്കിൽ എംപ്ലോയി എന്ന് പറയും, എനിക്ക് ലാപ്പ് വേണ്ട, ഐ വിൽ നോട്ട് വർക്ക് ഫ്രം ഹോം. സോ അതിനുവേണ്ടിയാണ് എന്താണ്, വർക്ക് ഫ്രം ഹോം എംപ്ലോയി, അതായത് 24/7 എംപ്ലോയർക്ക് വേണ്ടി വർക്ക് ചെയ്യണം. ഇൻഡയറക്റ്റ് ആയിട്ട് ആർക്കാണ് ഇതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത്, എംപ്ലോയർക്കാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ലാപ്പോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ എംപ്ലോയിക്ക് യൂസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫുള്ളി എക്സംപ്റ്റഡ്, എംപ്ലോയിക്ക് എന്ത് വരില്ല, ടാക്സ്. സോ ലാപ്പിന്റെ വാല്യൂ കൂടെ എംപ്ലോയിക്ക് ടാക്സ് ചെയ്യുന്ന എംപ്ലോയി, എനിക്ക് ലാപ്പ് വേണ്ട, ഞാൻ ഓഫീസിൽ വന്ന് വർക്ക് ചെയ്തോളാം, ഞാൻ വീട്ടിൽ പോയി, ഞാൻ വർക്ക് ഫ്രം ഹോം എടുക്കുന്നില്ല, അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് ഓഫീസ് ടൈം കഴിഞ്ഞിട്ട് ഐ വോണ്ട് ഡു എനി വർക്ക് ഫോർ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, പറ്റില്ല. ഒന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, എക്സംഷൻ വന്നിരിക്കുന്നത്, അതാണ് കാര്യം. ദെൻ അതർ, ഇതല്ലാണ്ട് എന്ത് വന്നാലും അതേഴ്സ്. മൂവബിൾ ശ്രദ്ധിക്കുക, മൂവബിൾ ഓൺഡ് ബൈ എംപ്ലോയർ, ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഫർണിച്ചർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ഫർണിച്ചർ എന്താണ്, മൂവബിൾ അസറ്റ് ആണ്. ഓൺഡ് ബൈ എംപ്ലോയർ ആണെങ്കിൽ 10% ഓഫ് ആക്ച്വൽ കോസ്റ്റ്. 10% ഓഫ് ആക്ച്വൽ കോസ്റ്റ്. ഓക്കെ, ആക്ച്വൽ കോസ്റ്റ്. സോ ഓൺഡ് ബൈ എംപ്ലോയർ അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, എംപ്ലോയർ ഹയറിന് എടുത്തായിരിക്കും അല്ലെങ്കിൽ റെന്റ് എടുത്തായിരിക്കും, റെന്റ് ചാർജസ്, ആക്ച്വൽ റെന്റ് അല്ലെങ്കിൽ ആക്ച്വൽ ഹയർ ചാർജസ് പെയ്ഡ് ബൈ എംപ്ലോയർ. ദെൻ നെക്സ്റ്റ് സെനാരിയോ, ട്രാൻസ്ഫർ ഓഫ് മൂവബിൾ അസറ്റ്. ആ ട്രാൻസ്ഫർ എന്നുള്ള വേർഡ് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന ക്യാപിറ്റൽ ഗെയിൻ ആണ് ട്രാൻസ്ഫർ. ഇവിടെ ഒന്ന് മനസ്സിലാക്കുക, ദാറ്റ് മീൻസ് സെയിൽ. എന്താണ് സെയിൽ ചെയ്തിരിക്കുന്നത്, മൂവബിൾ അസറ്റ്. ദാറ്റ് മീൻസ് ഓണർഷിപ്പ് എന്ത് ചെയ്തു, ട്രാൻസ്ഫർ ചെയ്തു. മൂവബിൾ അസറ്റ് ട്രാൻസ്ഫർ ചെയ്താൽ, സോ ഇവിടുത്തെ സെനാരിയോ എന്താണ്, എംപ്ലോയിക്ക് മൂവബിൾ അസറ്റ് വിറ്റു. എംപ്ലോയർ എംപ്ലോയിക്ക് എന്ത് നടത്തി, മൂവബിൾ അസറ്റ് സെയിൽ നടത്തി. സോ ഇവിടെ വരുമ്പോഴത്തേക്ക് എന്താ, ഇതെങ്ങനെ പെർക്വിസിറ്റ് ആകും എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. സോ എംപ്ലോയർ 2015 ജസ്റ്റ് ഒരു 5 ലക്ഷം രൂപയുടെ ഒരു മൂവബിൾ അസറ്റ്, എന്താണെന്നുള്ള പറയുന്നത് മൂവബിൾ അസറ്റ്. ഓക്കെ, ദെൻ 2019-20 പ്രീവിയസ് ഇയർ, അത് നമ്മുടെ അസസ്മെന്റ് 2021 എംപ്ലോയിക്ക് 1 ലക്ഷം രൂപയ്ക്ക് വിറ്റു. അങ്ങനെയാണെങ്കിൽ എംപ്ലോയിയുടെ ബെനിഫിറ്റ് എത്രയാണ്, 5-1 കുറച്ച് 4 അല്ല, ഇതെന്താണ്, 2015 എന്ത് ചെയ്തിരിക്കുന്നത്, എംപ്ലോയർ 5 ലക്ഷം രൂപ വാങ്ങിച്ചിരിക്കുന്നത്. സോ നോർമലി എന്തുണ്ടാവും, ഡിറ്റീരിയോറേറ്റ് ചെയ്യും. ദാറ്റ് മീൻസ് എന്താണ്, എന്ത് സംഭവിക്കും അവിടെ, നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യും, ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് അതിന് മിച്ചമുള്ള വാല്യൂ, ഇപ്പം ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഡിപ്രീഷിയേറ്റ് റിട്ടേൺ ഡൗൺ വാല്യൂ എന്നൊക്കെ നോക്കുക. നമ്മളത്
സെക്ഷൻ 32 PGP ഇൻഡെപ്ത് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ് ഡിപ്രീസിയേഷൻ. സോ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് 3 ലക്ഷം രൂപ. സോ ഇതിന്റെ മീനിങ് എന്താണ്? റൈറ്റ് നൗ 3 ലക്ഷം രൂപ റിട്ടേൺ ഡൗൺ വാല്യൂ ഉള്ള അസറ്റ് എംപ്ലോയി റിലേഷൻഷിപ്പ് ഉള്ളതുകൊണ്ട് എത്ര രൂപയ്ക്ക് വിട്ടു? 1 lakh. സോ എംപ്ലോയിക്ക് ഇവിടെ എത്രയാണ് അഡീഷണൽ ബെനിഫിറ്റ് ആയിട്ടിരിക്കുന്നത്? 2 ലക്ഷമാണ്, അല്ലാണ്ട് 5 - 1 4 അല്ല. ഇതാണ് എന്ത് ഈ സെനാരിയോയിൽ പറഞ്ഞത്. സോ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. സോ ഡിപ്രീസിയേഷൻ റേറ്റ് എത്രയാണ്? ഡിപ്രീസിയേഷൻ 2 മെത്തേഡ് നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. WDV മെത്തേഡ്, റിട്ടേൺ ഓൺ വാല്യൂ മെത്തേഡ്, സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. അതിൽ ഏതാണ് യൂസ് ചെയ്യുന്നത്, എത്രയാണ് പെർസെൻറ്റേജ്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ആണെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂവിൽ നിന്ന് കൺസിഡറേഷൻ കുറച്ച് കിട്ടുന്ന എമൗണ്ട്. സോ ദാറ്റ് മീൻസ് ഇവിടെ റിട്ടേൺ ഡൗൺ വാല്യൂ 3 lakh, ഇത് 4 lakhനാണ് എംപ്ലോയർക്ക് കിട്ടിയിരിക്കുന്നത്. ദാറ്റ് മീൻസ് പരിചയമുള്ള അടി കൂടുതൽ കൊടുത്ത എഫക്റ്റ് ആണ്. സോ ദാറ്റ് മീൻസ് എന്താണ്? എംപ്ലോയർക്ക് അവിടെ ഇൻകം ആണ്. എംപ്ലോയിക്ക് ഒരു തരത്തിലും ബെനിഫിറ്റിൽ ആക്ടിയാണ് കിട്ടിയിരിക്കുന്നത്. 3 ലക്ഷം വില ഉള്ളൂ, ബട്ട് എന്തിനാണ് കിട്ടിയിരിക്കുന്നത്? 5 ലക്ഷം എന്ന് പറഞ്ഞിട്ട് 4 ലക്ഷത്തിന് എംപ്ലോയിയുടെ വില അടിച്ചേൽപ്പിച്ചിരിക്കുന്നു. ആ കേസിൽ എന്ത് വരില്ല? പെർക്വിസിറ്റ് വരില്ല. സോ ഇവിടെ ടാക്സബിൾ പെർക്വിസിറ്റ് മീൻസ് WDV മൈനസ് കൺസിഡറേഷൻ. സോ ഡിപ്രീസിയേഷൻ ഇവിടെ WDV മീൻസ് റിട്ടേൺ ഡൗൺ വാല്യൂ ഡിപ്രീസിയേഷൻ, അതായത് ആക്ച്വൽ കോസ്റ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കുന്നത്. ഇവിടെ എന്താണ്? 50% ആണ് WDV മെത്തേഡാണ്. ഡിപ്രീസിയേഷൻ ഷുഡ് ബി കമ്പ്യൂട്ടഡ് എവറി കംപ്ലീറ്റ്. സോ നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ വെച്ചിട്ടല്ല ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യുന്നത്. എന്താണ്? ഒരു വർഷം യൂസ് ചെയ്താൽ, അത് എംപ്ലോയർ വാങ്ങിച്ചിട്ട് ഒരു വർഷം യൂസ് ചെയ്താൽ എന്താണ് 50% ഇൻ കേസ് ഓഫ് ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ. സോ മോട്ടോർ കാറാണെന്നുണ്ടെങ്കിൽ ടാക്സബിൾ പെർക്വിസിറ്റ് റിട്ടേൺ ഡൗൺ വാല്യൂ മൈനസ് കൺസിഡറേഷൻ. ഇവിടെ നമ്മൾ എന്താണ് 20% റിട്ടേൺ ആണ്. സോ അതർ അസറ്റ്സ്, അതർ മൂവബിൾ അസറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ 10% ഓൺ SLM. ദാറ്റ് മീൻസ് 10 വർഷം കൊണ്ട് എഴുതി കളയുന്ന സെനാരിയോ ആണ് ഇത്. SLM സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് മീൻസ് 10 വർഷം കൊണ്ട് 10% വെച്ചിട്ട് ഓരോ വർഷം കളയുന്ന മെത്തേഡാണ് ഇത് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ്. സോ ഡിപ്രീസിയേഷൻ നമ്മളത് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആർക്കാണ് WDV മെത്തേഡ് യൂസ് ചെയ്യുന്നത്, ആർക്കാണ് SLM മെത്തേഡ് യൂസ് ചെയ്യാവുന്നത്. Then short term capital asset scenario, capital gain നമ്മൾ ഡിസ്കസ് ചെയ്യും. സെക്ഷൻ 50 അവിടെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ഇന്നത്തെ അവിടെ ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ലാപ്ടോപ്പ് ആണെങ്കിൽ എന്താണ് എംപ്ലോയർ യൂസ് ചെയ്യുന്ന ഓരോ വർഷവും എത്ര വെച്ചാൽ 50% WDV. മോട്ടോർ കാർ ആണെങ്കിൽ 20% WDV. സോ എനി അതർ മോഡൽസ്, ഈ ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മോട്ടോർ കാർ ഒഴിച്ച് ബാക്കി എല്ലാ അസറ്റിനും എന്താണ് 10% SLM മെത്തേഡ്. Then lunch visit already പറഞ്ഞിട്ടുണ്ട്. Exempted up to ₹50 per meal. Such lunch is provided in office premises through a paid voucher. നേരത്തെ പറഞ്ഞ ടീ റിഫ്രഷ്മെന്റ്, ടീ, കോഫി, ബ്രേക്ക്ഫാസ്റ്റ്, സ്നാക്സ്, ലഞ്ച് നോട്ട് ടാക്സബിൾ. റിമോട്ട് ഏരിയയിൽ ലഞ്ച് പ്രൊവൈഡ് ചെയ്താലും അവിടെ വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ തൊട്ടടുത്തെങ്ങും എന്തില്ല പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാനായിട്ടുള്ള ഒരു മാർഗ്ഗം ഇല്ലാന്നുണ്ടെങ്കിൽ എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യും. അതിന് എംപ്ലോയി ടാക്സ് അടക്കം എന്ന് പറഞ്ഞാൽ എംപ്ലോയി എന്ത് ചെയ്യാൻ വരില്ല, റിമോട്ട് ഏരിയയിൽ വർക്ക് ചെയ്യാൻ വരില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് എക്സംപ്റ്റ് ചെയ്ത് വിട്ടിരിക്കുന്നത്. ഓക്കെ, സോ ₹50 per meal per day ആണ്. ദാറ്റ് മീൻസ് ഒരു ദിവസം 5 മീൽ കഴിച്ചാൽ 250 വരെ എക്സംഷൻ കിട്ടുന്നില്ല. ഒരു ദിവസം 50 വരെ എന്നുള്ളൊരു അതൊരു ക്വസ്റ്റൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ദാറ്റ് മീൻസ് ഒന്നിൽ കൂടുതൽ എടുത്താൽ എന്തൊരു ടാക്സബിലിറ്റി അട്രാക്ട് ചെയ്യും. 50 per meal per day ആണ് പറയുന്നത്. ഓക്കെ, സോ ലോൺ ഗിവൺ ടു എംപ്ലോയി. സോ ദാറ്റ് മീൻസ് എന്താണ് എംപ്ലോയർ എംപ്ലോയിക്ക് എന്ത് കൊടുത്തു? ലോൺ കൊടുത്തു. ലോൺ. സോ എന്താണ് ഇവിടെ വരുന്നത്? ഇവിടെ ഇതിപ്പോ എങ്ങനെ ടാക്സ്? അതാണ് SBI റേറ്റിനെക്കാട്ടും താഴെ കുറഞ്ഞ റേറ്റിൽ SBI 10% ആണ്. എംപ്ലോയിക്ക് എത്രയാണ്? 8% കൊടുത്താൽ മിച്ചമുള്ള 2% എന്താവും? എംപ്ലോയിക്ക് എക്സ്ട്രാ ബെനിഫിറ്റ് ഗിവൺ ബൈ എംപ്ലോയർ. അതാണ് നമ്മുടെ ടാക്സ്. ലോൺ എമൗണ്ട് ഇൻറ്റു SBI റേറ്റ്, ഇൻട്രസ്റ്റ് റേറ്റ്, ആക്ച്വൽ ഇൻട്രസ്റ്റ് ചാർജ് ബൈ എംപ്ലോയർ ആണ് നമ്മുടെ. ഇനി ഇതിനകത്ത് 2 കാര്യങ്ങളാണ്. ഇതാണ് മൾട്ടിപ്പിൾ ചോയ്സ് അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് കയറി വരുന്ന. 20,000 വരെയാണ് ലോൺ കൊടുത്തെങ്കിൽ എന്താണ് ടാക്സബിലിറ്റി അട്രാക്ട് ചെയ്യില്ല. ദെൻ 20,000 മുകളിലാണ് സ്പെസിഫൈഡ് ഡിസീസിന് വേണ്ടിയിട്ട് ചികിത്സിക്കാനാണ് എംപ്ലോയിക്ക് ലോൺ കൊടുത്തെങ്കിലും എന്താകത്തില്ല, ടാക്സബിൾ പെർക്യൂസിറ്റ് ആകില്ല. ഇഫ് ഇറ്റ് എക്സീഡ്സ് 20,000 മുകളിലാണ് കൊടുക്കുന്നത്, എ ലോൺ ഈസ് ടേക്കൺ ഫോർ ദ പർപ്പസ് ഓഫ് ട്രീറ്റ്മെന്റ് ഓഫ് സ്പെസിഫൈഡ് ഡിസീസ്, ദെൻ ലോൺ ഇൻട്രസ്റ്റ് കുറച്ച് കൊടുത്താലും എന്താകത്തില്ല, പെർക്യൂസിറ്റിന്റെ ടാക്സബിൾ പെർക്യൂസിറ്റ് ആകും. ദാറ്റ് മീൻസ് SBI റേറ്റിനേക്കാൾ താഴെ എംപ്ലോയിക്ക് ലോൺ കൊടുത്താൽ എന്താണ്, ഇറ്റ് ഈസ് എൻ അഡീഷണൽ ബെനിഫിറ്റ് ഗിവൺ ബൈ എംപ്ലോയർ ടു എംപ്ലോയി. സോ അതെന്താവും ടാക്സബിൾ പെർക്യൂസിറ്റ് അണ്ടർ സെക്ഷൻ 17 സബ്സെക്ഷൻ 2. ബട്ട് 20,000 രൂപ വരെയാണ് കൊടുക്കുന്നതെങ്കിൽ അത് പെർക്യൂസിറ്റ് ആയിട്ട് കണക്കാക്കില്ല. 20,000 രൂപയ്ക്ക് മുകളിലാണ് ബട്ട് ട്രീറ്റ്മെന്റ് ഓഫ് സ്പെസിഫൈഡ് ഡിസീസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ എന്താകത്തില്ല, ടാക്സബിൾ പെർക്യൂസിറ്റ് ആകില്ല. ഓക്കെ, ദെൻ ഗിഫ്റ്റ് ശ്രദ്ധിക്കണം, നമുക്ക് മിക്കവാറും അഡ്ജസ്റ്റ്മെന്റ്സ് വരുന്നതാണ്. ഗിഫ്റ്റ് ഇൻ കൈൻഡ് ക്യാഷ് ആണെങ്കിൽ ടാക്സബിൾ, ഇൻ കൈൻഡ് ആണെങ്കിൽ ഫെയർ മാർക്കറ്റ് വാല്യൂ ഗിഫ്റ്റ് അപ് ടു 50,000 per annum.
then it is fully exempted, otherwise fully taxable. Okay, so നമുക്ക് രണ്ട് സെനാരിയോ ആണ്. ഒരു ഗിഫ്റ്റ് വൗച്ചർ കിട്ടുന്നുണ്ട് 5,000 വരെയാണെങ്കിൽ എക്സാംപ്റ്റഡ് ആണ്. ഇപ്പോൾ 6,000 ആയാൽ ഓക്കെ നമ്മുടെ ആ ഒരു പ്രൊവിഷൻ പ്യുവർ ഡയറക്റ്റ് റീഡ് ചെയ്താൽ നമുക്ക് മനസ്സിലാകുന്നത് ഇഫ് ഇറ്റ് എക്സീഡ്സ് 5,000 ആൻഡ് ഫുള്ളി ടാക്സബിൾ. സോ ഇതിനകത്തൊരു കോൺട്രാ വ്യൂ ഉണ്ട്. എന്താണ് ഇഫ് ഇറ്റ് എക്സീഡ്സ് 5,000 അപ് ടു 5,000 എക്സാംപ്റ്റഡ്, ദാറ്റ് മീൻസ് 1,000 ടാക്സ് വരുള്ളൂ എന്നുള്ളത്. സോ രണ്ടും ഇത് നോക്കിയിട്ട് സോ ഫുള്ളി ടാക്സബിൾ എടുത്തിട്ട് കോൺട്രാ വ്യൂ എന്ന് പറഞ്ഞ മെറ്റീരിയൽ നമുക്ക് ചെയ്യാറുണ്ട്. ബിക്കോസ് ആ പ്രൊവിഷൻ അങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. രണ്ട് എഴുതിയാലും ശരിയാണ്. ബെറ്റർ ഫുള്ളി ടാക്സബിൾ ഇഫ് ഇറ്റ് എക്സീഡ്സ് 5,000. ദെൻ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ ഫണ്ട് നേരത്തെ പറഞ്ഞ ഷെയർസ് കൊടുത്തു. FMB മാർക്കറ്റിൽ എന്ത് വില ഉണ്ടോ അതിനേക്കാൾ കുറച്ച് കൊടുക്കുന്ന ഫിഗർ ഉണ്ടാവും ടാക്സബിൾ പെർക്വിസിറ്റ് FMB ഓഫ് ഷെയർസ്. സോ ദാറ്റ് മീൻസ് എംപ്ലോയർ എന്ത് ചെയ്തു, എംപ്ലോയിക്ക് ഷെയർ കൊടുത്തു. സോ മാർക്കറ്റിൽ എത്ര ഉണ്ടായിരുന്നു, 15 രൂപ ഉണ്ടായിരുന്ന ഷെയർ എംപ്ലോയിക്ക് കൊടുത്തത് 10 രൂപയ്ക്ക്. സോ ഈ ഡിഫറൻസ് ഒരു ഷെയർ ഇപ്പം ഒരു ഷെയർ ആണ് കൊടുത്തെങ്കിൽ 5 രൂപ ഉണ്ടാവും. ഇനി 15 - 10 5 രൂപയായിരിക്കും എന്ത് ടാക്സബിൾ പെർക്വിസിറ്റ്. അതായത് 100 ഷെയർ കൊടുത്താൽ 500 രൂപയായിരിക്കും ടാക്സബിൾ പെർക്വിസിറ്റ്. ഓക്കെ, ട്രാൻസ്ഫർ ഫ്രീ ടിക്കറ്റ്സ് ഫുള്ളി ഫ്രീ ടിക്കറ്റ് ഫെസിലിറ്റി ഫുള്ളി എക്സംപ്റ്റഡ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോർ എംപ്ലോയീസ് ഫുള്ളി ടാക്സബിൾ, ഗ്യാസ് ഇലക്ട്രിസിറ്റി വാട്ടർ സപ്ലൈ ഫുള്ളി ടാക്സബിൾ, ഫ്രീ സർവൻറ്റ് ഫുള്ളി ടാക്സബിൾ, എനി അതർ പെർക്വിസിറ്റ് ഫുള്ളി ടാക്സബിൾ. സോ ഇനി നെക്സ്റ്റ് ഏരിയ നമുക്ക് മെയിനായിട്ട് 3 ഏരിയ ആണ് ഇതിനകത്ത്, 4 ഏരിയ ആണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത RFA, ദെൻ ആ പറഞ്ഞ ചെറിയ ഏരിയാസ് RUP 50 അതെല്ലാം അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് നല്ലൊരു ക്വസ്റ്റ്യൻ വന്നാൽ എല്ലാം അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് കയറി വരും. ദെൻ കാർ ഫെസിലിറ്റി, മോട്ടോർ കാർ ഫെസിലിറ്റി given by employer to employee. സോ അതിന്റെ പെർക്വിസിറ്റ് വാല്യുവേഷൻ. ദെൻ മെഡിക്കൽ ഫെസിലിറ്റി, ഇന്ത്യയിൽ അബ്രോഡ് കൊടുക്കുന്ന ഒരു സെനാരിയോ, ആ 4 സെനാരിയോ ആണ് മെയിൻ ആയിട്ട് വരുന്നത്. സോ RFA, കാർ ഫെസിലിറ്റി, ദെൻ മെഡിക്കൽ ഫെസിലിറ്റി, ദെൻ എഡ്യൂക്കേഷൻ given by education facility provided by employer to employee and household. Okay, so car facility nokka, very important, valuation of motor car. Then car owned or hired by employer, that means owner ആരാണ്, employer ആണ്. ആർക്ക് കൊടുത്തു, എംപ്ലോയി കൊടുത്തു. വിറ്റല്ല, വിട്ടാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതെന്താണ് യൂസ് ചെയ്യാൻ കൊടുത്തു. ഓക്കെ, മോട്ടോർ കാർ. സോ മോട്ടോർ കാർ എംപ്ലോയർ എംപ്ലോയിക്ക് യൂസ് ചെയ്യാൻ കൊടുത്തു. എംപ്ലോയർ ഓൺ ചെയ്യുന്ന മോട്ടോർ കാർ എംപ്ലോയിക്ക് യൂസ് ചെയ്യാൻ കൊടുത്തു. സോ ഇത് ഏതൊക്കെ പർപ്പസിന് എംപ്ലോയി യൂസ് ചെയ്യാം? ഫുള്ളി ഒഫീഷ്യൽ പർപ്പസ്, ഒഫീഷ്യൽ. ദെൻ ഫുള്ളി പേഴ്സണൽ പർപ്പസ്. So partly official, partly personal purpose, both. Okay, so fully official purpose ആണെങ്കിൽ എന്താണ്, എംപ്ലോയി കാർ കൊടുത്തു, എന്തിനു വേണ്ടി മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ? ഒഫീഷ്യൽ പർപ്പസിന്, ആരെങ്കിലും മീറ്റിങ്ങിന് അല്ലെങ്കിൽ ആരെങ്കിലും കാണാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യണമെങ്കിൽ എംപ്ലോയി പിന്നെ ടാക്സ് അടയ്ക്കാൻ വേണ്ടി കൊടുത്തു. സോ എംപ്ലോയി ബസ് പിടിച്ചോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാർഗം യൂസ് ചെയ്ത് പോകുന്നവർ എന്ത് ചെയ്യുന്നു, എംപ്ലോയറുടെ കാറിൽ പോകുന്നു. എന്തിനു വേണ്ടിയാണ്? കസ്റ്റമറെ അട്രാക്ട് ചെയ്യാനുള്ള ഉദ്ദേശം കൂടെ ഉണ്ടാവും. ദാറ്റ് മീൻസ് എന്താണ്, അതിന് ആര് കൊടുക്കില്ല? ഒഫീഷ്യൽ പർപ്പസിനാണെങ്കിൽ ഫുള്ളി എക്സംപ്റ്റഡ്. ഫുള്ളി പേഴ്സണൽ പർപ്പസ് അങ്ങനെയാണെങ്കിൽ എന്ത്? ഇവിടെ 2 സെനാരിയോ എന്താണ്? എംപ്ലോയി കാർ കൊടുത്തിരിക്കുകയാണ്, ഫുള്ളി പേഴ്സണൽ പർപ്പസ്, എക്സ്പെൻസസ് മെറ്റ് ബൈ എംപ്ലോയർ. ഓക്കെ, സോ എക്സ്പെൻസ് ഓൺഡ് ബൈ എംപ്ലോയർ, എക്സ്പെൻസസ് മെറ്റ് ബൈ എംപ്ലോയർ. നമ്മൾ നേരത്തെ പഠിച്ച മൂവബിൾ അസറ്റ് യൂസ് ചെയ്യാൻ കൊടുത്താൽ ഓൾറെഡി എന്ത് സംഭവിക്കും? 10% ഓഫ് കോസ്റ്റ് പെർക്വിസിറ്റ് ആവും. പ്ലസ് ഇതിനകത്ത് അടിക്കുന്ന പെട്രോളും എല്ലാം അടിക്കുന്ന ആരാണ്? എംപ്ലോയർ ആണെങ്കിൽ എന്താണ്, ആ എക്സ്പെൻസ് കൂടെ ആഡ് ചെയ്തായിരിക്കും എന്ത് വരുന്നത്? എംപ്ലോയിയുടെ പെർക്വിസിറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ രണ്ടിനും യൂസ് ചെയ്യണം. അപ്പൊ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം. ദാറ്റ് മീൻസ് അത് ലോഗ് ബുക്കിലൊന്നും റെക്കോർഡ് ചെയ്തിട്ടില്ലാത്ത ഒരു രീതിയിലാണ് ബോത്ത് പർപ്പസ്. ദാറ്റ് മീൻസ് നമുക്കറിയില്ല 5 രാവിലെ തൊട്ട് വൈകുന്നേരം സിനിമ കാണാനോ അല്ലെങ്കിൽ എന്തിനോ പുറത്ത് പോകാനോ ഒക്കെ എംപ്ലോയി അത് യൂസ് ചെയ്തെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് എത്ര ശതമാനം ലോഗ് ബുക്കിലൊന്നും ചെയ്യാൻ പറ്റില്ല. ആ സെനാരിയോ ആണെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് അപ് ടു 1.6 ലിറ്റർ CC ക്യൂബിക് കപ്പാസിറ്റി 1 ലിറ്റർ ആണെന്നുണ്ടെങ്കിൽ അപ് ടു 1 CC
ഗ്രേറ്റർ ദാൻ 1.6 ലിറ്റർ സി സി. ഓക്കെ, 1 ലിറ്റർ സി സി വരെയാണെങ്കിൽ എന്താണ് 1800 പെർ മന്ത്. ദാറ്റ് മീൻസ് ഒന്നും നോക്കണില്ല, എത്ര അതിന് യൂസ് ചെയ്യണം. രണ്ട് പർപ്പസിന് യൂസ് ചെയ്താൽ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് വെക്കാണ്. സ്റ്റാറ്റ്യൂട്ടറി വാല്യൂ ആണ്, സ്റ്റാറ്റ്യൂട്ടറി വാല്യൂ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സ്റ്റാറ്റ്യൂട്ടറി വാല്യൂ ആണ് 1800 പെർ മന്ത്. സോ 1.6 കൂടുതലാണെങ്കിൽ 2400 പെർ മന്ത്. ഇതിന്റെ കൂടെ ഡ്രൈവറെ കൂടെ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും, പ്ലസ് 900 പെർ മന്ത്. ഓഫർ അല്ലെങ്കിൽ ഡ്രൈവറെ കൂടെ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ 900 പെർ മന്ത്. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, whenever statutory value is taken as taxable value of perquisite, then amount charged from employee shall not be subtracted. So that means ഇതെന്താണ്, എത്ര കറക്റ്റ് ആയിട്ട് പേഴ്സണൽ പർപ്പസിന് യൂസ് ചെയ്തു, എത്ര ഒഫീഷ്യൽ പർപ്പസിന് യൂസ് ചെയ്യുന്നു, ലോഗ് രജിസ്റ്റർ യൂസ് ചെയ്തൊന്നും കറക്റ്റ് ആയിട്ട് അക്യുറേറ്റ് ആയിട്ടൊന്നും വന്നില്ല. വേറെ ഈ സെനാരിയോയിൽ എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഫണ്ട് തിരിച്ച് എംപ്ലോയർ ഈ ഫെസിലിറ്റിക്ക് മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇതിലെ ഡിഡക്റ്റ്, ബാക്കി സെനാരിയോയിൽ എന്തെയും ഡിഡക്ട് ചെയ്യാം അല്ലേ. സോ ഇവിടെ ഫുള്ളി പേഴ്സണൽ പർപ്പസ് 10% കോസ്റ്റ്, ഈ എക്സ്പെൻഡിച്ചർ എംപ്ലോയർ മീറ്റ് ചെയ്തിട്ട് എംപ്ലോയി തിരിച്ചടക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് മാത്രമേ വരത്തുള്ളൂ, ഈ 10% കോസ്റ്റ് മാത്രമേ വരത്തുള്ളൂ. ദാറ്റ് മീൻസ് പക്ഷേ ഈ സെനാരിയോയിൽ എംപ്ലോയിയുടെ എന്തെങ്കിലും കളക്ട് ചെയ്താലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിഡക്ട് ചെയ്യാൻ പറ്റില്ല. സ്റ്റാറ്റ്യൂട്ടറി വാല്യൂ ആണ് അപ് ടു 1.6 ലിറ്റർ സി സി 1800 per month. If it exceeds 1.6 liter cc, then 2400 per month. Okay, so very important. Then next one, owned by employer, used by employee, expenses made by employee. Okay, owned by employer, used by employee, expenses by employee, expenses made by employee. Okay, ഇവിടെ 3 സെനാരിയോ ആണുള്ളത്. ഒന്ന് എന്തിനു വേണ്ടി യൂസ് ചെയ്യാം, ഒഫീഷ്യൽ, ഫുള്ളി ഒഫീഷ്യൽ പർപ്പസ്, ഫുള്ളി ഒഫീഷ്യൽ. ഓക്കെ, സോ എംപ്ലോയറുടെ കാറ് എംപ്ലോയി യൂസ് ചെയ്യുന്നു, എംപ്ലോയി അതിനകത്ത് പെട്രോൾ അടിച്ച് പോവുകയാണെങ്കിൽ ആ പെട്രോൾ അടിച്ച കാശ് പിന്നെയും എംപ്ലോയി ടാക്സ് അടയ്ക്കും ഇല്ല. സോ എംപ്ലോയർ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്താൽ പോലും ഒഫീഷ്യൽ പർപ്പസിനാണെങ്കിൽ എന്താണ്, ഫുള്ളി exempted. സോ ഫുള്ളി പേഴ്സണൽ പർപ്പസ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ഒരു മൂവബിൾ അസറ്റ് കൊടുത്താൽ 10% ഓഫ് ആക്ച്വൽ കോസ്റ്റ്. സോ ഇവിടെ എക്സ്പെൻഡിച്ചർ വേറെ വരത്തില്ല, ബിക്കോസ് ഓൾ എക്സ്പെൻഡിച്ചർ ആർ മെയ്ഡ് ബൈ എംപ്ലോയി. ദെൻ തേർഡ് സെനാരിയോ ആണെന്നുണ്ടെങ്കിൽ ബോത്ത്, പാർട്ട്ലി ഒഫീഷ്യൽ പർപ്പസ്, പാർട്ട്ലി പേഴ്സണൽ പർപ്പസ്. ഇവിടെ അതേപോലെ അപ് ടു 1.6 ലിറ്റർ 1.6 ലിറ്റർ ആണെന്നുണ്ടെങ്കിൽ സി സി ആണെങ്കിൽ 1800 പെർ മന്ത്. ഇഫ് ഇറ്റ് എക്സീഡ്സ് 1.6 ലിറ്റർ സി സി 2400 പെർ മന്ത്. പ്ലസ് എന്തുകൂടെ വരും, ഡ്രൈവർ കൊടുക്കുന്നുണ്ടെങ്കിൽ 900 പെർ മന്ത്, ഇവിടെ 900 പെർ മന്ത്. സോ ഇവിടെയും എന്താണ്, സ്റ്റാറ്റ്യൂട്ടറി വാല്യൂ, ദാറ്റ് മീൻസ് ലോഗ് ബുക്ക് ഒന്നും യൂസ് ചെയ്യാതെ രണ്ടിനും യൂസ് ചെയ്യുകയാണെങ്കിൽ, ബോത്ത് പർപ്പസിന് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും എമൗണ്ട് എക്സ്പെൻഡിച്ചർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് റെഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിഡക്ട് സബ്ട്രാക്ട് ചെയ്യാനോ പറ്റില്ല. വെരി ഇമ്പോർട്ടൻറ്റ്. നോക്കാം, ഓൺഡ് ബൈ എംപ്ലോയി. സോ കാർ ആരുടെയാണ്, കാർ ഓൺഡ് ബൈ എംപ്ലോയി. സോ യൂസ് ബൈ എംപ്ലോയി ആൻഡ് എക്സ്പെൻസസ് യൂസ് ചെയ്യുന്നവരാണ്, എംപ്ലോയി ആണ്. ഇതിനുണ്ടാകുന്ന എക്സ്പെൻസസ് ആര് മീറ്റ് ചെയ്യും, മെഡ് ബൈ എംപ്ലോയർ. 3 സെനാരിയാണ്. ഫുള്ളി ഒഫീഷ്യൽ പർപ്പസ് ആണെങ്കിൽ അല്ലെ, എംപ്ലോയറുടെ കാർ എംപ്ലോയർ എക്സ്പെൻസ് മീറ്റ് ചെയ്താൽ പോലും ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. സോ ഫുള്ളി എക്സംപ്റ്റഡ്. സോ പേഴ്സണൽ, ഫുള്ളി പേഴ്സണൽ പർപ്പസ് ആണെങ്കിലോ, പേഴ്സണൽ പർപ്പസ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ഇവിടെ എന്താണ് 10% ബിക്കോസ് ഓൺഡ് ബൈ എംപ്ലോയി, എംപ്ലോയിഡ് ഓൺ ചെയ്യുന്ന. സോ എംപ്ലോയർ ഓൺ ചെയ്ത് യൂസ് ചെയ്യാൻ കൊടുത്താലാണ് 10% ഓഫ് മൂവബിൾ അസറ്റിന്റെ കോസ്റ്റ് വരുന്നത്. സോ ഇവിടെ അത് വരത്തില്ല, എക്സ്പെൻസസ് മെഡ് ബൈ എംപ്ലോയർ, എക്സ്പെൻസസ് ബൈ എംപ്ലോയർ മാത്രമേ എന്തായിട്ട് വരത്തുള്ളൂ, ടാക്സബിൾ പെർക്യൂസിറ്റ് ആയിട്ട് വരും. ദെൻ ബോത്ത് ആണെങ്കിലോ, പാർട്ട്ലി ഒഫീഷ്യൽ പർപ്പസ്, പാർട്ട്ലി പേഴ്സണൽ പർപ്പസ് ആണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. സോ നേരത്തെ എംപ്ലോയർ ഓൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരുന്നു,
1.6 ലിറ്റർ CC വരെയാണെങ്കിൽ ലെസ് ദാൻ ഈക്വൽ ടു 1.6 ലിറ്റർ CC ആണെങ്കിൽ ശ്രദ്ധിക്കുക, വെരി ഇമ്പോർട്ടൻറ്റ്. ചാർജസ് പെയ്ഡ് ബൈ എംപ്ലോയർ കൊടുത്ത ചാർജസ്, അതിൽ നിന്ന് എന്ത് കുറയ്ക്കാം? നേരത്തെ പോലെ 1800 പെർ മന്ത് അല്ലേ. സോ നേരത്തെ 1800 എംപ്ലോയിയുടെ കാറ് ആണ് എന്ത് ആർക്ക് വേണ്ടി കൊടുക്കുന്നത്? എംപ്ലോയർക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു എഫക്റ്റ് അല്ലേ വരുന്നത്. സോ അതുകൊണ്ട് എന്ത് ചെയ്യാം? നേരത്തെ ടാക്സബിൾ ആയിട്ട് വരുന്ന എമൗണ്ട് എന്താണ്? എംപ്ലോയർക്ക് എന്ത് ചെലവായി അതിൽ നിന്ന് ആ പറയുന്ന 1800 ഇപ്പം ഗ്രേറ്റർ ദാൻ 1.6 ലിറ്റർ CC ആണെങ്കിൽ ചാർജസ് ബൈ എംപ്ലോയർ മൈനസ് എത്ര വരും? 2400 പെർ മന്ത്. സോ ഡ്രൈവർ കൊടുക്കുകയാണെങ്കിൽ എന്തോട് വരും? 900 പെർ മന്ത് അഡീഷണൽ ആയിട്ട് വരും. 900 പെർ മന്ത് കൂടെ അഡീഷണൽ ആയിട്ട് വരും. സോ വെരി ഇമ്പോർട്ടൻറ്റ്, നമുക്ക് എക്സാം ചോദിക്കുകയാണ്. സോ എപ്പോഴും ആരാണ് ഓണർഷിപ്പ്, ആരാണ് എക്സ്പെൻസസ് മീറ്റ് ചെയ്യുന്നത് നോക്കിയതിന് ശേഷം ഏത് പ്രൊവിഷൻ എടുക്കണം അല്ലെങ്കിൽ ഏത് വാല്യൂ എടുക്കണം എന്ന് തീരുമാനിക്കാം. വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് വൺ, എഡ്യൂക്കേഷൻ ഫെസിലിറ്റി. സോ എഡ്യൂക്കേഷൻ ഫെസിലിറ്റി എംപ്ലോയിക്ക് കൊടുക്കുന്നതാണ്. സോ എംപ്ലോയിക്കാണ് കൊടുക്കുന്നതെങ്കിൽ നോട്ട് ടാക്സബിൾ. എംപ്ലോയിയുടെ ചിൽഡ്രൻ ആണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓൺഡ് ബൈ എംപ്ലോയർ ഓർ പ്രൊവൈഡ് ഇൻ എനി അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓൺഡ് ബൈ not owned by employer. So cost of education in similar institution subject to, so employee children ആണ് കൊടുക്കുന്നെങ്കിൽ എന്താണ് ആ കണ്ടുപിടിക്കാൻ നമുക്ക് എന്താണ്? 1000 പെർ മന്ത് പെർ ചൈൽഡ്, 1000 പെർ മന്ത് പെർ ചൈൽഡ് നമുക്ക് എന്ത് ചെയ്യാം? റെഡ്യൂസ് ചെയ്യാം. സോ വെരി ഇമ്പോർട്ടൻറ്റ്. സോ നമുക്ക് ജസ്റ്റ് ഇത് പറയണം, ഒരു മാസം 5000 ആണ് സിമിലർ ആയിട്ട് വരുന്ന എംപ്ലോയിയുടെ ചിൽഡ്രൻ ആണ് കൊടുക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? അതിൽ നിന്ന് 1000 കുറച്ചിട്ട് റിമൈനിങ് 4000 നമുക്ക് എന്തായിട്ട് കാണിക്കാം? ടാക്സബിലിറ്റി ആണ്. സോ എംപ്ലോയറുടെ ഹൗസ് ഹോൾഡ്, ദാറ്റ് മീൻസ് എംപ്ലോയീസ്, മെമ്പർ ഓഫ് എംപ്ലോയീസ് ഹൗസ് ഹോൾഡ്, സ്പൗസ്, മറ്റേ ഡിപ്പെൻഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് കൊടുക്കുന്നെങ്കിൽ എന്താണ്? കോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ. അവിടെ എന്ത് കുറയ്ക്കാൻ പറ്റില്ല? 1000 പെർ മന്ത് കുറയ്ക്കാൻ പറ്റില്ല. അത് ആർക്ക് മാത്രമേ കുറയ്ക്കാൻ പറ്റുള്ളൂ? ചിൽഡ്രന് മാത്രമേ കുറയ്ക്കാൻ പറ്റൂ. സോ ഇതൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് വരുന്നതാണ്. Any amount charged from employee from such facility shall be reduced from the above value. കണ്ടുപിടിച്ചിരുന്ന എംപ്ലോയിയുടെ ഉണ്ടെങ്കിലും എംപ്ലോയറെ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തെയും ഈ വാല്യൂ കണ്ടുപിടിച്ച ശേഷം അതിന് കുറച്ചിട്ട് ബാക്കിയുള്ള ടാക്സബിൾ ഫെസിലിറ്റി. സോ വെരി ഇമ്പോർട്ടൻറ്റ്. എംപ്ലോയിക്ക് എഡ്യൂക്കേഷൻ ഫെസിലിറ്റി ആണ് കൊടുക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും എംപ്ലോയർക്ക് ഗുണമുണ്ടാകുന്ന എഡ്യൂക്കേഷന് മാത്രമേ വിടാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് നോട്ട് ടാക്സബിൾ അല്ലെങ്കിൽ ഫുള്ളി എക്സംപ്റ്റഡ്. ചിൽഡ്രൻ ആണെങ്കിൽ എന്താണ്? സിമിലർ വേറെ എവിടെയെങ്കിലും ഉള്ള അതായത് സിമിലർ ഏരിയയിൽ വേറെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എത്രയാകും? അതിൽ നിന്ന് എന്തുവരെ കുറയ്ക്കാം? 1000 പെർ മന്ത് പെർ ചൈൽഡ് വരെ കുറയ്ക്കാം. റിമൈനിങ് പോർഷൻ വിൽ ബി ടാക്സബിൾ. സോ എംപ്ലോയിയുടെ ഹൗസ് ഹോൾഡ് ആണ്, ദാറ്റ് മീൻസ് വേറെ ഉള്ള സ്പോർട്സ് അങ്ങനെ ഡിപ്പെൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് സ്പോർട്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ആക്ച്വലി കോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ സിമിലർ ഇൻസ്റ്റിറ്റ്യൂഷൻ എത്ര വരുന്നുണ്ടോ അത് പറയും, അത് ടാക്സബിൾ പെർക്യൂസ്ഡ് ആർക്ക് എംപ്ലോയിക്ക്. മെഡിക്കൽ ഫെസിലിറ്റി. സോ മെഡിക്കൽ ഫെസിലിറ്റി വെരി ഇമ്പോർട്ടൻറ്റ്. രണ്ട് രീതിയിലാണ് മെഡിക്കൽ ഫെസിലിറ്റി ഇൻ ഇന്ത്യ. ട്രീറ്റ്മെന്റ് ഇൻ ഗവൺമെന്റ് ഹോസ്പിറ്റൽ, ട്രീറ്റ്മെന്റ് ഇൻ എംപ്ലോയേഴ്സ് ഹോസ്പിറ്റൽ, ദാറ്റ് മീൻസ് എംപ്ലോയറുടെ സ്വന്തം ഗവൺമെന്റ് ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് ഹോസ്പിറ്റൽ. സോ ചില ഡിസീസിന് ഗവൺമെന്റ് റെക്കഗ്നൈസ് ചെയ്യുന്നതാണെങ്കിൽ എന്താണ്? ഒന്നും ടാക്സ് ചെയ്തില്ല, ഫുള്ളി എക്സംപ്റ്റഡ്, അതർവൈസ് ഫുള്ളി ടാക്സബിൾ. സോ ദാറ്റ് മീൻസ് പ്രൈവറ്റ് ആയിട്ടുള്ള ക്ലിനിക്കിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ പോയിട്ട് ചാർജ് വന്നു കഴിഞ്ഞാൽ എന്താണ്? അത് ഫുള്ളി. സോ മെഡിക്കൽ ഫെസിലിറ്റി ആരാണ്? എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്യും. സോ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യുന്നെങ്കിൽ എന്താണ്? ടാക്സ് ചെയ്യത്തില്ല. എംപ്ലോയറുടെ സ്വന്തം ഹോസ്പിറ്റൽ ആണെങ്കിൽ ടാക്സ് ചെയ്യത്തില്ല. ഗവൺമെന്റ് റെക്കഗ്നൈസ് ചെയ്യുന്ന ഡിസീസിനെ ഗവൺമെന്റ് റെക്കഗ്നൈസ് ചെയ്യുന്ന ഹോസ്പിറ്റൽ ആണെങ്കിൽ എന്ത് ചെയ്തില്ല? ടാക്സ് ചെയ്യത്തില്ല, അതർവൈസ് ഫുള്ളി ടാക്സ്. ഇനിയാണ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഔട്ട്സൈഡ് ഇന്ത്യ. സോ സെനാരിയോ എന്താണ്? ഔട്ട്സൈഡ് ഇന്ത്യ എന്താണ്? എംപ്ലോയിക്ക് എന്താണ്? മെഡിക്കൽ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാണ് ഇന്ത്യക്ക് പുറത്ത്. പുറത്ത് പോകുമ്പോഴത്തേക്ക് എന്തൊക്കെ എക്സ്പെൻഡിച്ചർ ഉണ്ടാവും? ആക്ച്വൽ ട്രീറ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ ഉണ്ടാവും അല്ലേ? ട്രീറ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ, ദെൻ അവിടെ സ്റ്റേ എടുക്കുന്ന എക്സ്പെൻസ് ഉണ്ടാവും, ദെൻ ഫ്ലൈറ്റോ അല്ലെങ്കിൽ ട്രാവലിംഗ് എക്സ്പെൻസ്. സോ ട്രീറ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ ഓഫ് പേഷ്യന്റ് exempted ആണെന്ന് RBI prescribed. ഫുള്ള് exempt അല്ല, RBI exempt up to the limit prescribed by RBI. Then stay. അവിടെ സ്റ്റേ ആർക്കെ? ഒന്ന് പേഷ്യന്റ് കൂടെ ആരോടെ പോയിട്ടുണ്ടാവും?
one attendant. Okay, so that means കുടുംബസമേതം പോയാൽ എല്ലാവർക്കും കിട്ടുമെന്നല്ല പറയുന്നത്. ആ പേഷ്യന്റിനെ ശുശ്രൂഷിക്കാനായിട്ട് പോകുന്ന ഒരാൾക്ക് എന്ത് കിട്ടും? RBI എന്ന ലിമിറ്റ് വരെ കിട്ടും. ദെൻ ട്രാവലിംഗ് എക്സ്പെൻസ് അതും എന്താണ്? പേഷ്യന്റിനും വൺ അറ്റൻഡന്റ്. ട്രീറ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ അറ്റൻഡന്റ് ചോദിക്കരുത്, ചിലർ ചോദിക്കാറുണ്ട് ക്ലാസ്സിൽ. ആരുടെ ട്രീറ്റ്മെന്റ് ആണ്? പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റ് ആണോ? അറ്റൻഡന്റിന്റെ ട്രീറ്റ്മെന്റിനല്ല പോകുന്നത്. വൺ പേഷ്യന്റ് വൺ അറ്റൻഡന്റ് എത്ര വരെ കിട്ടും? ഗ്രോസ് ടോട്ടൽ ഇൻകം അപ് ടു 2 lakh ആണെങ്കിൽ അപ് ടു 2 lakh ആണെങ്കിൽ എക്സെപ്റ്റ്, അതർവൈസ് ഫുള്ളി ടാക്സബിൾ. സോ ഗ്രോസ് ടോട്ടൽ ഇൻകം 2 ലക്ഷം വരെ ഉണ്ടെങ്കിൽ എന്താണ്? ട്രാവലിംഗ് എക്സ്പെൻസ് ഓഫ് ദാറ്റ് പേഷ്യന്റ് പ്ലസ് വൺ അറ്റൻഡന്റ് ഫുള്ളി എക്സെപ്റ്റ്, അതർവൈസ് ഫുള്ളി ടാക്സബിൾ. So outside India, treatment expenditure, stay expenditure, treatment expenditure of that patient, RBI prescribed limit ചെയ്യുന്നവരെ, stay expense of one attendant plus patient to RBI, traveling expenditure and exemption കിട്ടും. എപ്പോഴാണ്? ഗ്രോസ് ടോട്ടൽ ഇൻകം 2 ലക്ഷം വരെ ആണെങ്കിൽ മാത്രം എക്സംഷൻ കിട്ടും. Okay. Then next scenario, leave travel concession, section 10 subsection 5. So that means എംപ്ലോയ്മെന്റ് ഉള്ളപ്പോൾ തന്നെ എന്താണ്? ടൂറിന് പോകുകയാണെന്നുണ്ടെങ്കിൽ, എയർ ആണ് പോകുന്നതെങ്കിൽ ലീസ്റ്റ് ഔട്ട് ഓഫ് ഫോളോയിങ് അലോവൻസ്. എക്സാമ്പിൾ ആക്ച്വൽ എക്സ്പെൻസ് അല്ലെങ്കിൽ എക്കണോമി ക്ലാസ് എക്സ്പെൻസ്. ദാറ്റ് മീൻസ് ആ ഒരു എവിടെയാണ് പോകുന്നത് അവിടെ ഒരു ഷോർട്ടസ്റ്റ് എയർ റൂട്ട് എന്നൊക്കെയാണ് പറയുന്നത്. അല്ലാണ്ട് ഇപ്പം ബാംഗ്ലൂർക്ക് പോകണമെങ്കിൽ ചെന്നൈയിൽ പോയിട്ട് പിന്നെ മുംബൈയിൽ പോയിട്ട് കറങ്ങി അവിടെ വരുന്ന പൈസ കാണുന്നതല്ല. എവിടെ നിന്നാണോ തുടങ്ങുന്നത് അവിടെ നേരെ ബാംഗ്ലൂർക്ക് പോകുന്നതിന് ആ എയർ എക്സ്പെൻഡിച്ചറാണ്. ട്രെയിൻ ആണെങ്കിൽ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ എല്ലാത്തിനും എന്തുണ്ട്? ആക്ച്വൽ എക്സ്പെൻഡിച്ചർ. ബിക്കോസ് ആക്ച്വലി എന്ത് ചെയ്യണം? ഈ പറയുന്ന ട്രാവൽ പെർഫോം ചെയ്യണം. അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് AC ഫെയർ, ദെൻ റെയിൽ ഫെസിലിറ്റി നോട്ട് അവൈലബിൾ, റെക്കഗ്നൈസ്ഡ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ഉണ്ടെങ്കിൽ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ആക്ച്വൽ എക്സ്പെൻസ് ഡീലക്സ് ബസ് ഫെയർ. സോ റെക്കഗ്നൈസ്ഡ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി നോട്ട് അവൈലബിൾ, ദാറ്റ് മീൻസ് ട്രക്ക് ചെയ്ത് മലയുടെ മുകളിലോട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ ആക്ച്വൽ എക്സ്പെൻസ് ഓർ ഫസ്റ്റ് ക്ലാസ് AC സിമിലർ ഡിസ്റ്റൻസ്. ഓക്കെ, സോ ആ ഡിസ്റ്റൻസിലേക്ക് ഒരു ട്രെയിനിൽ ഫസ്റ്റ് ക്ലാസ് AC പോകണമെങ്കിൽ എന്താവും? അതുവരെ നമുക്ക് എക്സംഷൻ കിട്ടും. Available for employee LTC leave travel concession, employeeക്ക് children and dependent relative, that means mother, father, brother, sister. Okay, സ്പൗസിന് കിട്ടും. ചിൽഡ്രൻ അവർക്ക് എന്ത് പറയുന്നത്? ഡിപ്പെൻഡൻസി ക്രൈറ്റീരിയ പറയുന്നില്ല. ഡിപ്പെൻഡന്റ് ആകാം, ഇൻഡിപെൻഡന്റ് ആകാം. ദെൻ മദർ, ഫാദർ, അച്ഛനമ്മ, ബ്രദർ, സിസ്റ്റർ ആർക്കായിരിക്കണം? ഡിപ്പെൻഡന്റ് ആണെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. ദെൻ എക്സംഷൻ ഓഫ് LTC 2 children born. സോ ഇപ്പൊ നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് വരുന്നത് born on after 1/10/1998. 1/10/1998 ശേഷം അന്നോ അതിനുശേഷമാണെങ്കിൽ 2 ചിൽഡ്രൻ വരെ എന്ത് കിട്ടത്തുള്ളൂ. സോ ദിസ് റെസ്ട്രിക്ഷൻ ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഫോർ മൾട്ടിപ്പിൾ ബർത്ത് ആഫ്റ്റർ ഫസ്റ്റ് ചൈൽഡ്. സോ ദാറ്റ് മീൻസ് 2015 ഒരു 2010 ട്വിൻസ് ഉണ്ടായി. ദെൻ 2015 ഒരു സൺ കൂടെ ഉണ്ടായി. സോ ദാറ്റ് മീൻസ് ഇവിടെ കിട്ടും. ഇവിടെ ഫസ്റ്റ് ബർത്ത് എന്താണ്? ട്വിൻസ് ആണ്. അതിനുശേഷം മൂന്നാമത് വരുന്നതിന് കിട്ടില്ല. മൾട്ടിപ്പിൾ ബർത്ത് ആഫ്റ്റർ ഫസ്റ്റ് ചൈൽഡ്. നേരത്തെ ഒരു സെനാരിയോ എടുക്കുക. 2010 ഒരു സൺ ഉണ്ട്, 2015 ഒരു ട്വിൻസ് ഉണ്ടായി. ട്വിൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സെനാരിയോ? മൾട്ടിപ്പിൾ ബർത്ത് ആഫ്റ്റർ ഫസ്റ്റ് ചൈൽഡ്. ഈ പറയുന്ന 3 പേർക്കും നമുക്ക് എന്ത് കിട്ടും? ഈ പറയുന്ന ലീവ് ട്രാവൽ കൺസെഷനെ എലിജിബിൾ ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ നോക്കാം. ഇതൊക്കെ മൾട്ടിപ്പിൾ ലീവ് ട്രാവൽ കൺസെഷൻ അതിൽ 2 years ഡ്യൂറിങ് എ ബ്ലോക്ക് ഓഫ് 4 years. കറണ്ട് ബ്ലോക്ക് 2018 to 21 ആണ്. 4 വർഷത്തെ 2 തവണ എടുക്കുന്നത്. അത് അവൈൽ ചെയ്തിട്ടില്ലെങ്കിൽ നോട്ട് അവൈൽ ഡ്യൂറിങ് ദ പ്രീവിയസ് ബ്ലോക്ക് എനി ജേർണി പെർഫോംഡ് ഇൻ ദ ഫസ്റ്റ് കാലണ്ടർ ഇയർ. അസസ്മെന്റിന്റെ കാലണ്ടർ ഇയർ the immediately succeeding year of block will be നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകൂടെ അഡീഷൻ ആയിട്ട്. ദാറ്റ് മീൻസ് കഴിഞ്ഞ ബ്ലോക്കിൽ ഒന്നും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഒന്നും യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ തൊട്ടടുത്ത ബ്ലോക്കിന്റെ ആദ്യത്തെ കലണ്ടർ ഇയറിൽ ചെയ്യുവാണെങ്കിൽ നമുക്കത് എലിജിബിൾ ആയിട്ട് എക്സംഷൻ കിട്ടും. അസസി ആൻഡ് ഫാമിലി ഓഫ് ഫാമിലിക്കും പറ്റുന്നതാണ്. ഫാമിലി മീൻസ് സ്പൗസ്, ചിൽഡ്രൻ, ഇൻഡിവിജ്വൽ ആൻഡ് പാരന്റ്സ്, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ് ഓഫ് ഇൻഡിവിജ്വൽ ഹു ആർ ഹോളി ഓർ മെയിൻലി ഡിപ്പെൻഡന്റ് ഓൺ ദാറ്റ് അസസി. സോ ലീവ് ട്രാവൽ കൺസെഷൻ. ദാറ്റ് മീൻസ് ഞാൻ ശ്രദ്ധിക്കേണ്ടത് മൾട്ടിപ്പിൾ ബർത്ത് ആഫ്റ്റർ ഫസ്റ്റ് ചൈൽഡ്. ഓക്കെ, സോ മൾട്ടിപ്പിൾ ബർത്ത്
1/10/1998 ശേഷമാണെങ്കിൽ നമുക്ക് 2 ചിൽഡ്രൻ വരെ കിട്ടുള്ളൂ. മൾട്ടിപ്പിൾ ബർത്ത് ആഫ്റ്റർ ഫസ്റ്റ് ചൈൽഡ് നമുക്ക് കിട്ടുന്നതാണ്. സോ ദാറ്റ് മീൻസ് ആദ്യത്തെ ചൈൽഡിന് ശേഷം രണ്ടാമത്തെ മൾട്ടിപ്പിൾ ബർത്ത് ഇരട്ടകൾ അല്ലെങ്കിൽ ട്വിൻസിന് മാത്രമല്ല, രണ്ടിൽ കൂടുതലാണെങ്കിലും എന്താണ് എല്ലാവർക്കും കിട്ടും. സോ ആദ്യത്തെ മൾട്ടിപ്പിൾ ബർത്ത് ആണെങ്കിൽ പിന്നെയുള്ള ബർത്ത് നമുക്ക് എന്ത് കിട്ടില്ല, അവിടെ നമ്മൾ തീർന്നു അല്ലേ. മാക്സിമം 2 ആണ് പറയുന്നത്. മൾട്ടിപ്പിൾ ബർത്ത് എത്രയാണ് അവിടെ വരെ കിട്ടും. റിമൈനിങ്ങിന് നമുക്ക് എന്ത് കിട്ടില്ല, ലീവ് ട്രാവൽ കൺസെഷനുള്ള ആ ഒരു എക്സംഷൻ കിട്ടില്ല. 10 സബ്സെക്ഷൻ 5 എക്സംഷൻ കിട്ടില്ല. Then rebate of salary, rebate for arrears of salary section 89 ആണ്. സോ ഇതിനകത്ത് നമുക്കൊരു കാൽക്കുലേഷൻ ആണ്, നമുക്കൊരു പ്രോബ്ലം ചെയ്യുന്നുണ്ട്. ജസ്റ്റ് അമാനം സ്റ്റെപ്സ് ഒന്ന് നോക്കാം. Step 1, calculate tax payable in the previous year in which arrears salary received as salary കണ്ടുപിടിക്കുക. Then compute different tax calculator അരിയർ സാലറി വെച്ചിട്ടും അരിയർ സാലറി ഇല്ലാത്ത കണ്ടിട്ട് ആ ഡിഫറൻസ് കണ്ടുപിടിക്കുക. ദെൻ കറസ്പോണ്ടിങ് ഇയറിലെ കണ്ടുപിടിക്കുക. ആ ഡിഫറൻസ് കണ്ടുപിടിക്കുക. അതെല്ലാം ആഡ് ചെയ്തിട്ട് ഇത് നമ്മൾ ഡിഫറൻസ് എടുക്കുകയാണ് ചെയ്യുന്നത്. Step 2, Step 3, relieve on the amount of calculated in Step 2. That means difference. ആദ്യത്തിൽ ഏത് വർഷമാണോ അരിയർ കിട്ടുന്നത്, then amount calculated. That means difference. Calculate difference in AP Step 3 for every previous year which is additional salary relates to the aggregate the same. That means ഓരോ വർഷത്തെ കണ്ടുപിടിച്ചിട്ട് അത് ആഡ് ചെയ്തിട്ട് നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ കറക്റ്റ് സ്റ്റെപ്പ് മനസ്സിലാവും. ദെൻ ഇതിനകത്ത് നമുക്കൊരു കാര്യം കൂടി ഡിസ്കസ് ചെയ്യാനുള്ളത്, നമുക്ക് സംടൈംസ് ക്വസ്റ്റ്യൻ കയറി വരാൻ ഒരു പേ സ്കെയിലിന്റെ ഒരു സെനാരിയോ. പേ സ്കെയിൽ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. പേ സ്കെയിലിന്റെ Mr. X joined a company on 1/7/2015. Okay. On a pay scale 10,000 13,000 1,500 16,000 then 2,000 then 20,000. The basic and pay scale basic. Okay. Now we are compute basic salary. So the assessment year 2021. Assessment year 2021. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. പേ സ്കെയിലിന്റെ മീനിങ് എന്താണ്? 1/7/2015 ജോയിൻ ചെയ്തു. ബേസിക് സാലറി എത്രയാണ്? 10,000 ആണ് കിട്ടുന്നത്. ഒരു വർഷം അയാൾക്ക് എന്തായിരിക്കും? ജോയിൻ ചെയ്തിട്ട് ഒരു വർഷത്തേക്ക് പ്രീവിയസ് ഇയർ കോൺസെപ്റ്റിലല്ല, ഒരു വർഷം എന്ത് കിട്ടും? 10,000 കിട്ടും. ദെൻ എന്ത് ചെയ്യും? അയാൾക്ക് 1000 ഇൻക്രീസ് ചെയ്ത് 11,000. സോ 11,000 എന്താണ്? ഒരു വർഷം കിട്ടും. ഒരു വർഷം കഴിയുമ്പോൾ എന്ത് ചെയ്യും? 12,000 ആവും. 13,000 വരെ എന്ത് ചെയ്യും? വർഷം 13,000 ആയി കഴിഞ്ഞാൽ ഒരു വർഷം ആ 13,000 കിട്ടി ഒരു വർഷം കഴിഞ്ഞാൽ എത്രയായിട്ട് മാറും? 1,500 ആയിരിക്കും ഇൻക്രിമെന്റ് വരുന്നത്. 14,500. സോ ആ 14,500 അടുത്ത വർഷം ഉണ്ടാവും 16 ആവും. 16 ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു വർഷം കഴിയുമ്പോൾ എത്രയായിരിക്കും? 2,000 കൂടി. അങ്ങനെ മാക്സിമം എത്ര വരെ കിട്ടുമായിരിക്കും? ഒരു മാസം 20,000 വരെ കിട്ടുന്ന രീതിയിലാണ് പറയുന്നത്. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് അതിന്റെ കമ്പ്യൂട്ടേഷൻ നോക്കാം. 1/7/2015 മുതൽ നമ്മളൊരു പ്രീവിയസ് ഇയർ എടുക്കുകയാണ്. 31/3/2016 വരെ എത്രയാണ് കിട്ടുന്നത്? 10,000. ദെൻ 1/4/2016 മുതൽ 30/6/2016 വരെ എത്രയാണ് കിട്ടുന്നത്? 10,000. സോ 1/7/2016 ഒരു വർഷം കഴിഞ്ഞാൽ എത്ര കൂടും? സോ 31/3/2017 വരെ കിട്ടും 11,000. ദെൻ 1/4/2017 മുതൽ 30/6/2017 വരെ 11,000 ഒരു വർഷത്തേക്ക്. സോ പിന്നെയും എന്ത് സംഭവിക്കും? 1/7/2017 മുതൽ
31/3/2018 വരെ എത്രയായിട്ടത് 10,000 കൂടി. ദെൻ 1/4/2018 മുതൽ 30/6/2018 വരെ കിട്ടും 13,000. സോ ഒരു വർഷം കഴിഞ്ഞു, വർഷം 13,000 അല്ല 12,000. ദെൻ 1/7/2018 മുതൽ 31/3/2019 വരെ കിട്ടും 13,000. Then 1/4/2019 മുതൽ 30/6/2019 വരെ കിട്ടും 13,000. Then 1/7/2019 മുതൽ 30/6/2019 വരെ കിട്ടും. പിന്നെ 13,000 കഴിഞ്ഞ വർഷം കഴിയുമ്പോഴത്തേക്ക് എത്ര ആയിരിക്കും? 1,500 കൊണ്ട് 14,500. ഓക്കെ, സോ ദാറ്റ് മീൻസ് നമ്മുടെ പ്രീവിയസ് ഇയർ എന്ന പോലെ ഇന്നുവരെയാണ് 19-20. 1/4/19 ടു 31/3/2020. സോ 2020. സോ എത്ര മാസം 13,000 വെച്ച് കിട്ടുമെങ്കിൽ 13,000 ഇൻറ്റു 14,500 ഇൻറ്റു 4 മാസം 5, 6, 3 മാസം. ദെൻ റിമൈനിങ് 9. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 13,000 ഇൻറ്റു 39,000, 14,500 ഇൻറ്റു 9, 1,30,500 പ്ലസ് 39,000, 1,69,500. ഇതോടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും 1,69,500. ഇതാണ് പേ സ്കെയിൽ. നമ്മുടെ എക്സാമിന് സംടൈംസ് ചോദിച്ചു വരുന്നൊരു സെനാരിയോ ഇതാണ് പേ സ്കെയിൽ. ബാക്കി സോ ഇത്രയാണ് പെർക്വസിൻ്റെ സെനാരിയോ വരുന്നത്.